നന്നായി ബാധിച്ചു. പക്ഷെ മക്കളുടെ കാര്യങ്ങളായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ശേഷം നമ്മൾ ഉപ്പാന്റെ ജീവിതം നമുക്ക് സോഷ്യൽ സ്കിൽ ഇല്ലേ? ഇന്നലെ സിയാസ് ഇട്ടപ്പം ഞാൻ കരുതി അമ്മയെ അനുഭവിച്ച എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? അമ്മയുണ്ട് എന്നുള്ളതാണ്. മദേഴ്സ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ GTയിലെ ഡിസ്കഷനും ഇക്വേഷൻ ഓഫ് മദർഹുഡ് എന്നുള്ളതാണ്. അപ്പോൾ കുറേ പുതിയ ആളുകളുണ്ടായിരിക്കാം, GTയുടെ കൾച്ചർ എന്താ എന്ന് അറിയാത്തവരുണ്ടായിരിക്കാം. അത് ഓൾറെഡി ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഗൈഡ് ഒരു ഫ്രീ ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രീ ആകുന്ന, എല്ലാ ഞായറാഴ്ചകളൊന്ന് റീചാർജ് ചെയ്യുന്ന, എന്തും ചർച്ച ചെയ്യപ്പെടുന്ന, എന്തും ചർച്ചാ വിഷയമാക്കുന്ന, പക്ഷെ അതിലൂടെയൊക്കെ തന്നെ നമ്മളറിയാം, നമ്മളിലേക്ക് കൂടുതൽ അടുക്കുക, അതിലൂടെ ഈ ലോകത്തിലേക്ക് അടുക്കുക എന്നതിലേക്ക് ആളുകളെ പരിശീലിപ്പിച്ചെടുക്കുന്ന, പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗൈഡ് ടോക്കിനെ പറയാം. ഏതായാലും കഴിഞ്ഞ 267 ഞായറാഴ്ചകൾ നമ്മൾ ഈ പരിപാടി ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു. ഇന്ന് അതിൻ്റെ 268ാമത്തെ വീക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടം എല്ലാവർക്കും അറിയാം, ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് മെഡിറ്റേഷൻ. വൈ മെഡിറ്റേഷൻ? ഇവിടെ നമ്മൾ ടീമിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് മെഡിറ്റേഷനെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ റെജുവിനേഷൻ, ഇറ്റ്സ് എ റീകണക്ഷൻ. നമ്മളിന്ന് മദേഴ്സ് ഡേ ആണല്ലോ സംസാരിക്കണേ അല്ലേ? നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ ഗാഢമായിട്ടുള്ള ഒരു ധ്യാനത്തിലായിരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? 9 മാസത്തെ ധ്യാനം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പഠിച്ചോനെ ഭൂമിയിലേക്ക് വിട്ടത്. എങ്ങനെയായിരുന്നു? ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകരെയൊക്കെ ഹിറയിൽ ധ്യാനത്തിലിരുത്തിയിട്ട് വെളിച്ചം സിദ്ധിച്ച് ഒരു സമൂഹത്തിലേക്ക്, ഇരുണ്ട ലോകത്തിലേക്ക് അടുത്തുവിട്ട് അവരെ ഉന്നമനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ പ്രവാചകരൊക്കെ ഒരു പ്രക്രിയയിലൂടെ പാകപ്പെടുത്തിയെടുത്തത്, അതുപോലത്തെ ഒരു ധ്യാനാവസ്ഥയിൽ തന്നെയായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളൊക്കെ കിടന്നത്. അപ്പം അമ്മ തുടങ്ങുന്നത് വൂമ്പിൽ നിന്നുമാണ് അല്ലേ? അമ്മ എന്ന അനുഭവം നമുക്ക്, ഉമ്മ എന്ന അനുഭവം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? വൂമ്പിൽ നിന്നാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ അവിടെ എന്തായിരുന്നു വല്ല ബോധമുണ്ടോ? ഒരിക്കലുമില്ല. ആർക്കും ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഈ ലോകത്തെ പറ്റിയിട്ടുള്ള ബോധം നമുക്ക് സിദ്ധിക്കുന്നതിന് മുന്നേ തന്നെ ഈ ലോകബോധമുള്ള, കാര്യബോധമുള്ള ഒരു ഗർഭപാത്രം എന്ന ഗുഹക്കകത്ത് നമ്മളെ കബറടുക്കിയതുപോലെ, ഇരുട്ടത്ത് കബറടുക്കി വെച്ചതുപോലെ, ഒരു വിത്തിനെ എങ്ങനെയാണോ, ഒരു ബീജത്തെ എങ്ങനെയാണോ ഒരു മണ്ണിൻ്റെ അകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ച് വെള്ളമൊഴിച്ച്, ആ ഒരു വിത്തിന് എന്താ തോന്നുന്നത്? മണ്ണിൻ്റെ അകത്ത് കിടത്തുമ്പം എന്നെ നിങ്ങൾ കബറടക്കാണോ എന്നാണ്, കുഴിച്ചിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ വിത്തിന് തോന്നുന്നത് ഇതെന്താ പരിപാടി, എനിക്കൊന്നും അറിയുന്നില്ലല്ലോ എന്ന അവസ്ഥയിൽ ഒരുപാട് കാലം കിടത്തിയിട്ട് പെട്ടെന്ന് മുള പൊട്ടി പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ ഒരു കീറലിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് വരുമ്പം അവിടെയുണ്ട് പ്രകൃതിയിൽ ഒരു വിത്തിനെ കവറടക്കി അത് ഒരു മരമായി, ഒരു ചെടിയായി മുളച്ചു പൊങ്ങുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വിത്തായി സുഖിച്ച് കിടന്നുറങ്ങായിരുന്നു. ക്ലിയർ? അപ്പം വിത്തിന് മണ്ണിനോടുള്ള കടപ്പാട് എത്ര കാലം കഴിഞ്ഞാലും തീരോ? ഇല്ല. എന്നതുകൊണ്ടാണ് വിത്ത് പടുവൃക്ഷമായി, ഫലമായി, കായ്ച്ചിങ്ങനെ സുന്ദരമായിട്ട് നിൽക്കുമ്പം എല്ലാവരും ആ മരത്തെ നോക്കി, ആ ഫലത്തെ നോക്കി ആസ്വാദ്യകരമായിട്ട് നോക്കിയിരിക്കുമ്പോഴും വിത്ത് ആ കടപ്പാട് മറക്കാത്തത് കൊണ്ടാണ് അവസാനം എന്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ, ആ മണ്ണിലേക്ക് തന്നെ ചേരാനുള്ളൊരു കൊതി ഓരോ ഫലത്തിൻ്റെ അകത്തുള്ള വിത്തിനും ഉണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ മരം അതിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണത്. ഇതുപോലെ അമ്മ എന്ന ഗർഭപാത്രത്തോട്, മണ്ണിനോട് നമുക്കൊക്കെ ചില കടപ്പാടുകളുണ്ട്. നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ച് നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം നമ്മളെങ്ങനെയാണ് അതിലേക്ക് തിരിച്ച് നടക്കുന്നത്? അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ തുടക്കത്തിൽ നമ്മളെ ബോധത്തെ ഒന്ന് ഉണർത്തി വെക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു വിസ്ഡം ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം മദർഹുഡ് തുടങ്ങുന്നത്, അമ്മ അനുഭവം, ഉമ്മ അനുഭവം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മൾ പോലും അറിയാത്ത 9 മാസം ദൈർഘ്യമേറിയ ഒരു ആഴത്തിലുള്ള ഗാഢമായിട്ടുള്ള ധ്യാനത്തിലൂടെയാണ്. നമുക്കൊന്നും ബോധം പോലും ഇല്ല. ആ ബോധമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മളിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? നോക്കിയേ, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ കാല്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ഹൃദയമിടിപ്പ് തുടങ്ങിയിട്ട് എല്ലാ പ്രക്രിയകളെയും ക്രമീകരിച്ചെടുക്കായിരുന്നു അല്ലേ ആ 9 മാസ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഗർഭപാത്രത്തോടുള്ള, ആ വൂമ്പിനോടുള്ള
കടപ്പാട് നമുക്ക് എത്ര പറഞ്ഞാലും തീരൂല എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പര്യായമായി പലപ്പോഴും അമ്മയും ഉമ്മയും ഒക്കെ കടന്നു വരാറുള്ളത്. ഇനി അടുത്ത വിഷയം, ഈ മദേഴ്സ് ഡേ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ ഉമ്മമാർക്ക് മാത്രമുള്ളതാണോ എന്നുള്ളതാണ് അല്ലേ. അമ്മയെ അനുഭവിച്ച എല്ലാവർക്കും ഉള്ളതാണ് മദേഴ്സ് ഡേ. അമ്മയെ അനുഭവിച്ച എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? അമ്മയുണ്ട് എന്നുള്ളതാണ്. അപ്പം അമ്മയെ പറയുമ്പം അമ്മ എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മുഖം, അത് നമുക്ക് അമ്മ എന്ന സത്യവുമായി, അമ്മ എന്ന സ്നേഹവുമായി, ഉമ്മ എന്ന സ്നേഹവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സിമ്പൽ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനൊരു സിമ്പിൾ കോണ്ടെക്സ്റ്റ് പറയാം, ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഈ വൈദ്യുതിയെ പറ്റി പറയാറുണ്ട്, ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ചില ആൾക്കാർ ബൾബ് അതുപോലെ തന്നെ AC, ഫാൻ, ഇങ്ങനെ കുറേ ഉപകരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഉപകരണങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട്, ഫാന് കറക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ. ഫാന് കറങ്ങാനും അതുപോലെ തന്നെ ബൾബ് കത്താനൊക്കെ വേണ്ടിയിട്ട്. നേരെ തിരിച്ചൊന്ന് ചിന്തിക്കാം, വൈദ്യുതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബൾബ് വാങ്ങിക്കുന്നു, ഫാന് വാങ്ങിക്കുന്നു. കിളി പോയിട്ടില്ലല്ലോ. ചിലർ ബൾബ് കത്തുന്നത് കാണണമല്ലോ, ബൾബ് ഉണ്ട്, ഇത് കത്തുന്നത് കാണാൻ എന്ത് ചെയ്യണോ? വൈദ്യുതി വേണം, എന്നാൽ എവിടെന്നെങ്കിലും ഒന്ന് വൈദ്യുതി എടുക്കാം, ഇലക്ട്രിസിറ്റി വാങ്ങിക്കാം, അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. നേരെ തിരിച്ചുണ്ട്, ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയണം, അതിന് എനിക്ക് എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ ബൾബോ ഫാനോ ഒക്കെ ഒന്ന് വാങ്ങിക്കണം. നമ്മൾ അമ്മയെ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവികത, മനസ്സിലായല്ലേ, ദൈവികത, പടച്ചോന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ എനിക്കൊരു ബൾബോ ഒരു ഫാനോ വേണോ? അങ്ങനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? ഉമ്മ എന്ന ബൾബോ ഫാനോ ട്യൂബോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതാണെങ്കിലും വേണ്ടിയില്ല, ഉമ്മ എന്ന ഒരു ഉപകരണത്തെ നമ്മൾ കൊതിച്ചു പോകും. എന്തിന്? ദൈവം എന്ന ഊർജത്തെ അനുഭവിക്കണം എന്ന് കൊതിക്കുന്ന ആൾ ഉമ്മ എന്ന ഉപകരണത്തെ തേടട്ടെ എന്നാണ്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഈ ലോകത്ത് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ബൾബ് കത്തണ്ടേ, ഫാന് കറങ്ങണ്ടേ, അതിന് കുറച്ച് ഇലക്ട്രിസിറ്റി വേണ്ടേ? നിങ്ങൾക്ക് വൈദ്യുതിയോടാണോ സ്നേഹം, AC യോടാണോ സ്നേഹം? AC യാണ് വേണ്ടത്, പക്ഷേ കറണ്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, എന്നാൽ പിന്നെ അതങ്ങ് എടുത്തേക്കാം അല്ലേ. നേരെ തിരിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോഴാണ് തിരിച്ചറിവിലേക്ക് നമ്മൾ തിരിച്ച് നടക്കുന്നത്. അങ്ങനെ എപ്പോഴും തിരിച്ചറിവിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സ്മരണയായിട്ട് കാലാകാലത്തും നിലകൊള്ളുന്ന ഒരു സത്യം തന്നെയായിരിക്കും അമ്മ, ഉമ്മ എന്നുള്ളത്. പലപ്പോഴും നമ്മളിത് വൈകിട്ടാണ് അറിയാമെന്നുള്ളതാണ്. കാരണം നമ്മൾ ആ തിരിച്ചു നടത്തത്തിന് ഒരുപാട് സമയമെടുക്കും. ഇപ്പം ചില കാരണവന്മാർ മൂത്തോര് പറയലുണ്ട്, മനസ്സിലായല്ലേ, വല്ലാണ്ട് മൂത്ത് പോയവരെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു പാകത്തിന് മൂത്തത്. വല്ലാണ്ട് മൂത്താലും പ്രശ്നമാണ്, അതുകൊണ്ട് തലവേദന ഉണ്ടാകുന്ന കുറേ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ. ചിലർ മൂത്ത സാധനമാണതെന്ന് അറിയും, അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. എക്സ്ട്രീമിസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് അപകടവുമാണ്. അതിനപ്പുറത്തേക്ക് പാകത്തിൽ മൂത്ത ആൾക്കാരൊക്കെ പറയാറുണ്ട്, മോനെ നിനക്കതൊക്കെ സമയമാകുമ്പോൾ മനസ്സിലാവും, മോളെ നിനക്കതൊക്കെ സമയമാകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചില സമയത്ത് അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ റോൾ എടുക്കുമ്പോഴാണ് നമ്മൾ അറിയാറുള്ളത് ചിലപ്പം ഓരൊക്കെ എന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതുവരെ നമുക്ക് ചിലത് അറിയില്ല. എന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് അവരെ മക്കളെ ആണെങ്കിൽ, അവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അവരെ മക്കളെ ആണെങ്കിൽ, അവരെ പാകപ്പെടുത്തി എടുക്കുന്ന യാത്രക്കിടയിൽ എവിടേക്കോ വെച്ചിട്ട് അവർക്ക് ചില സത്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്കറിയാം ഈ പ്രായത്തിൽ ഈ സമയത്ത് ഈ സത്യം പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ക്ഷമയോടുകൂടി കാത്തിരിക്കായിരിക്കും. ഒരു സമയം വരും, അപ്പോൾ ഇവർക്ക് തിരിച്ചറിയും. അങ്ങനത്തെ എത്ര സത്യം നമുക്ക് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരോട് പറയാനുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പം ജെൻസിയുടെ കൂട്ടത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂജൻ ടൈപ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രായം 18, 19, 20 ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, 16, 17 ഉള്ളവരുണ്ടെങ്കിൽ, ഇപ്പം 10 വയസ്സായവനോട് നമുക്കൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ നമുക്കറിയാം എനിക്ക് അപ്പം അത് തിരിയില്ല, നമ്മളെ ലെവലാകുമ്പോൾ മനസ്സിലാവും അല്ലേ. എന്നാൽ മക്കളെ നിങ്ങൾ ആലോചിക്കുക, 17, 18, 20, 25 നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം നമ്മളെ യങ്ങർ സെൽഫിനോട് ഇപ്പം എന്ത് പറയുന്നു, അതുപോലെ എന്നിലെ 25കാരനോടും, എനിക്ക് 25 ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട, എന്നിലെ 25കാരനോടും അതുപോലെ തന്നെ എന്നിലെ 30കാരനോടും ഒരു 40കാരനും 50കാരിക്കൊക്കെ എന്തോ പറയാനുണ്ട്. അത് നമ്മളെ കാലം കാത്തു വെക്കുന്ന സത്യമാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരും. അവിടെ അക്ഷമരാകുമ്പോഴാണ് അവർക്ക് ഭാവിയിൽ ഒരുപാട് ഖേദിക്കേണ്ടി വരുന്നത്. ഒരുപാട് പേര് നമ്മളങ്ങനെ കാണാറുണ്ട്, പിന്നീട് ഓർത്തിട്ട് ഒരുപാട് ഖേദിക്കേണ്ടി വരുന്നത്. കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം അതെനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നോ, പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഒരു കുഞ്ഞ്
ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആ ഗർഭപാത്രത്തിൻ്റെ അകത്ത് സുഖമായിട്ട് കിടക്കുമ്പം ആ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള കുട്ടിയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഒരാൾ പറയാടാ ഇതിൻ്റെ പുറത്തൊരു ലോകമുണ്ട്, ഇതിന് പുറത്തൊരു ലോകമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന കുട്ടി എന്താ പറയുക, വടായിടാണ്ട് പോയെന്നറിയും. കാരണം എനിക്ക് അങ്ങനെ ഒരു സംഭവമില്ല. എൻ്റെ സത്യം എന്താ, ഞാനത് ഇതിൻ്റെ അകത്ത് കിടക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇതെന്നെ ലോകം, ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പം കുറേ കഴിയുമ്പോൾ ഒരു സമയത്തുമ്പം പുറത്തേക്ക് വരുമ്പോഴാണ് തിരിച്ചറിഞ്ഞത് ശരിയാലേ ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ട് എന്നതുകൊണ്ട് തീർന്നോ? ഇല്ല. നമ്മളെക്കാളും മുന്നേ സഞ്ചരിച്ചവർക്ക് നമ്മളോട് ഇനിയും പറഞ്ഞുതരാണ്ട് ഇത് മാത്രമല്ല കേട്ടോ ലോകം. നീ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നിൻ്റെ വാശികൾ എന്തായിരുന്നു, നിൻ്റെ നിർബന്ധങ്ങൾ എന്തായിരുന്നു, നിന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കാര്യം എന്തായിരുന്നു? ഒരു കളിപ്പാട്ടം ചിലപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, അതിന് നീ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ വേദനിക്കുന്ന നിന്നോട് കരയല്ലട്ടോ, ഇതിലൊന്നും കാര്യമില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ സമയത്ത് കളിപ്പാട്ടമാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആ കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞ് നമ്മളെ പറ്റിയിട്ട് നമ്മളെന്നെ ഓർത്തു നോക്കുമ്പം നമുക്കെന്താ പറയാനുള്ളത്? അയ്യേ അതിലൊന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ചില കളിപ്പാട്ടങ്ങളുണ്ട്, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും നമ്മളിലെ പക്വത എത്തിയ നമ്മളിലെ സെൽഫിന് എന്താന്ന് നോക്കി പറയാനുണ്ടാവുക, ഇതൊരു കളിപ്പാട്ടത്തിൻ്റെ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബോധ്യപ്പെടുത്താണ് ഒരു ഉമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്ന ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് അമ്മയാകട്ടെ അച്ഛനാകട്ടെ അവരൊക്കെ തന്നെ നമ്മളെ നർച്ചർ ചെയ്യുന്നവരൊക്കെ നമ്മുടെ മദറാണ്. എല്ലാവരും മദറാണ്, ടീച്ചർ മദറാണ്. ചിലപ്പോൾ നമ്മളെ നർച്ചർ ചെയ്യുന്ന നമ്മളെ ബ്രദറാണെങ്കിൽ ബ്രദർ മദറാണ്. ചിലപ്പം ബയോളജിക്കൽ മദർ തന്നെ ആകണം നിർബന്ധമില്ല, ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആരൊക്കെ ആയിരിക്കാം. ഈ നർച്ചർ ചെയ്യുന്നവരൊക്കെ തന്നെ നമ്മളിലേക്ക് ഒരു മദർലി ടച്ച് തരുന്നവരാണെന്നുള്ള അത് എവിടുന്നും നമുക്ക് കിട്ടാം. ചിലർ പറയാറുണ്ട് എനിക്കങ്ങനെ എൻ്റെ ഉമ്മയെ അറിയാനോ അനുഭവിക്കാനോ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഇലക്ട്രിസിറ്റിയുടെ കഥ പറഞ്ഞതുപോലെ എല്ലാവർക്കും AC-യിലൂടെ തന്നെ പഠിച്ചവൻ എന്താ അറിയിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമില്ല, വൈദ്യുതി എന്താണെന്ന് അറിയിച്ചു കൊടുക്കേണ്ട നിർബന്ധമില്ല. നിങ്ങൾ വൈദ്യുതി അറിഞ്ഞാൽ മതി. അതിനിവിടെ പ്രകൃതി വരെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവമെന്ന ദൈവികത എന്ന് പറയുന്ന ആ ബ്യൂട്ടി എന്താണ് എന്നറിയിക്കാനാണ് സൂര്യൻ എന്നും ഇവിടെ വന്നു പോകുന്നത്, ചന്ദ്രൻ ഇവിടെ വന്നു പോകുന്നത്, കാറ്റ് വന്നു പോകുന്നത്, വെളിച്ചം വന്നു പോകുന്നത്. ഈ മണ്ണ് പോലും നമ്മളത് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നിത്യത്തിലുള്ള അല്ലേ, ഏറ്റവും പരിശുദ്ധിയിലുള്ള, ഏറ്റവും ഔന്നിത്യത്തിലുള്ള ദൈവികത അറിയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ആക്ച്വലി ഉമ്മ എന്ന് പറഞ്ഞാൽ. ഉപകരണം എന്ന് പറയുമ്പം ഉപയോഗിച്ച് ഒഴിവാക്കാനുള്ളത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഉപകരണം എന്ന് പറയുമ്പം സാധാരണ ഉപകരണമല്ല. നിങ്ങൾ എങ്ങനെ ഉപമിക്കണം ഉപകരണത്തെ? ഉമ്മ എന്ന ഉപകരണത്തെ നിങ്ങൾ ഉപമിക്കേണ്ടത് ഒരു സംഗീത വാദ്യ ഉപകരണമായിട്ടാണ്, ഒരു പുല്ലാങ്കുഴൽ പോലെയാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് എറിയാനുള്ളതല്ല. നമുക്ക് എപ്പോഴൊക്കെ സംഗീതം വേണം അപ്പോഴൊക്കെ അത് വായിക്കണം. അത് വായിക്കാത്ത സമയത്ത് അതിൻ്റെ സൈഡിൽ പോയിരുന്നാൽ നമുക്കൊന്നും കിട്ടൂല. ചിലപ്പം അത് പത്തിരി കൊഴുക്കാനോ അല്ലെങ്കിൽ പത്തിരി പരത്താനോ അല്ലെങ്കിൽ 2 എണ്ണം പൊട്ടിക്കാനേ ആ ഉപകരണം കിട്ടുള്ളൂ. അപ്പോൾ പറയും ഇത് സംഗീതോപകരണം എന്നല്ല, ഇത് അടി തരുന്ന ഉപകരണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് അടി തരുമ്പോഴും ശകാരിക്കുമ്പോഴും അതുകൊണ്ട് ചിലപ്പോൾ കുത്തുന്നത് പോലെയൊക്കെ തോന്നും, നാവ് കൊണ്ട് വാക്കുകൊണ്ടൊക്കെ കുത്തണ പോലെ തോന്നും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഉപകരണത്തെ സംഗീതമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം അതെന്തായിട്ട് ഉപയോഗിക്കേണ്ടത്? മറ്റാവശ്യങ്ങൾക്ക്. അവിടെയാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ രക്ഷിതാക്കളുമായിട്ടൊക്കെ വിയോജിപ്പുകൾ ഉണ്ടാവുന്നത്. അത് സംഗീതമാകാത്ത സമയം ഒരിക്കലും ഒരു ഉപകരണം ഉപയോഗിക്കാത്ത ഘട്ടത്തിൽ അതിനെ നിങ്ങൾ സമീപിക്കാതിരിക്കണതാണ് നല്ലതെന്ന് പറയാറ്. ദാറ്റ് മീൻസ് അതിനെ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഒരിക്കൽ പോലും ഈ വാദ്യോപകരണത്തിലൂടെയുള്ള സംഗീതം കേൾക്കാത്ത ഒരാൾ, ഇതെന്താന്ന് പോലും അറിയാത്ത ഒരാൾ, അയാൾ പെട്ടെന്ന് കയറി വന്നപ്പം ഈ കുഴൽ കൊണ്ട്, ഈ ഫ്ലൂട്ട് കൊണ്ട്, ഈ പുല്ലാങ്കുഴൽ കൊണ്ട് 2 ആളെ തല്ലണതാണ് കണ്ടത്. ഓഹോ ഇത് തല്ലണ സാധനമല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഉമ്മയാകണ്ട. ഇത് ചീത്ത പറഞ്ഞ സാധനമല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരിക്കലും ഫാദർ ആകണ്ട എന്ന് പറയുമ്പം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് സംഗീതമായിട്ട് അതിൻ്റെ റിയൽ പർപ്പസിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇതിലൊരു ഡിസ്ക്ലെയിമർ ഇട്ട് ഞാൻ പറയട്ടെ. നമ്മൾ നമ്മുടെ അമ്മമാരെ സ്മരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളൊരു അമ്മയാകുമ്പോൾ, നമ്മളൊരു ഉമ്മയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിലൂടെ സംഗീതം ഒഴുകുന്നുണ്ടോ? നമ്മൾ സംഗീതം നൽകുന്ന വാദ്യോപകരണമായിട്ടാണോ ഇരിക്കുന്നത്? ദാറ്റ് മീൻസ് സംഗീതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുമായി ഇടപഴകുമ്പോൾ, ഇപ്പം എനിക്ക് തോന്നുന്നു യഹിയൊക്കെ വായിച്ചത് കേട്ടു, അതുപോലെ തന്നെ നമ്മുടെ നഫീസുമ്മൊക്കെ പറഞ്ഞത് കേട്ടു. അവരുടെ ഉമ്മയെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല, അവർ ആ സംഗീതം കേട്ടത് കൊണ്ടാണ്. ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു അത് ഉപകരണമല്ലാഞ്ഞിട്ടല്ല, ആ ഉപകരണം സംഗീതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന രീതിയിലേക്ക്
അവിടെ പാകപ്പെടൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടില്ല എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. ഫ്ലൂട്ട് എന്നും എന്ത് തന്നെയാണ്? ഫ്ലൂട്ട് തന്നെയാണ്. അത് വായിച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അപ്പം അത് വായിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പം മദേഴ്സ് ഡേയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ സ്വമേധയെ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്. എന്താണത്? ഞാൻ എൻ്റെ കുട്ടി എന്ന് പറയുമ്പം എനിക്ക് പിറന്ന കുട്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സർവരെയും എൻ്റെ കുട്ടിയായി കാണുമ്പോഴാണ് എന്നിലെ യൂണിവേഴ്സൽ മദർ പുറത്തു വരുന്നത്. ആ യൂണിവേഴ്സൽ മദർ എന്താ എന്നറിയാൻ ഒരു ഫ്രാക്ഷൻ വേണ്ടേ, ഒരു ചെറിയ കഷ്ണം വേണ്ടേ? ആ കഷ്ണം മാത്രമാണ് അമ്മ എന്ന അനുഭവം. ഇപ്പോൾ ഭൂമിയിലെ ദൈവികത എന്താണെന്ന് അറിയാൻ നോക്കിയേ, ഒരു വിത്ത് മണ്ണിലിട്ട സമയത്ത് വിത്തിനെ മണ്ണ് സംരക്ഷിക്കുന്നു. പക്ഷേ ഈ മണ്ണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിത്തിനെ മുള പൊട്ടിച്ചതാരാണ്? മണ്ണാണ്. നമുക്കറിയാം, മണ്ണില്ലാണ്ട് വായുവിൽ പൊട്ടൂല, മണ്ണാണ് പൊട്ടിച്ചത്. പക്ഷെ മണ്ണാണ് പൊട്ടിച്ചത് എന്ന് പറയുമ്പോഴും മണ്ണിലൂടെ ആരോ ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, മണ്ണിലൂടെ എന്തോ ഒരു മാജിക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മാജിക് ഓഫ് ലൈറ്റ്, ഓഫ് റീക്രിയേഷൻ, പുനർജന്മം സംഭവിക്കാനുള്ള, ജന്മം സംഭവിക്കാനുള്ള, വിഭവങ്ങൾ ഉണ്ടാവുക എന്ന് സംഭവിക്കാനുള്ള, സമൃദ്ധി സംഭവിക്കാനുള്ള എന്തോ ഒന്ന് മണ്ണിലൂടെ വിത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ തമ്പുരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ആ ജന്മം ഇവിടെ ഉണ്ടാവുക എന്നതിന് വേണ്ടിയിട്ട് മണ്ണിലൂടെ വിത്തിലേക്ക് കൈമാറ്റം ചെയ്ത എന്തോ ഒന്ന്, ആ കൈമാറ്റം സംഭവിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് മണ്ണിനെ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ശരിയാണോ? എങ്കിൽ അമ്മമാരെ, ഉമ്മമാരെ, നിങ്ങളോട് എനിക്കൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. നിങ്ങളെന്ന മണ്ണിലൂടെ, നിങ്ങളെന്ന വിളനിലത്തിലൂടെ, നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞെന്ന വിത്തിലേക്ക് എന്ത് കൈമാറ്റം ചെയ്യാനാണ് തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം മണ്ണിൻ്റെ റോൾ എന്ത് മാത്രമേ ഉള്ളൂ? അത് കൈമാറ്റം ചെയ്യാൻ, അതിനെ മണ്ണിൽ നിന്നും വിത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നിൽക്കുക എന്നത് മാത്രമേ മണ്ണിൻ്റെ റോളുള്ളൂ. അത്തരത്തിലൊരു മാധ്യമമായിട്ട് അമ്മക്ക് മാറാൻ പറ്റുമ്പോൾ, ഉമ്മക്ക് മാറാൻ പറ്റുമ്പോൾ, ആ വിത്ത് ആസ്വദിച്ചത് മണ്ണിൻ്റെ വല്ലാത്തൊരു അനുഭവമായിരിക്കും. പലർക്കും മണ്ണ് എന്ന് പറഞ്ഞാൽ ചെളി, ചേറ് എന്നൊക്കെയാണ് ഫീലിംഗ് വന്നുകൊണ്ടിരിക്കുക, എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മണ്ണുമായിട്ട് അഭേദ്യമായ ബന്ധം വിത്ത് ഉണ്ടാക്കിയിട്ട് ആ വേരിനെ കാലാകാലം എവിടത്തേക്കും വെച്ചിരിക്കുകയാണ്, ആ റൂട്ടിനെ മണ്ണിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? വിത്ത് മറന്നിട്ടില്ല, ഈ മണ്ണാണ് എന്നെ പൊന്നാക്കി മാറ്റിയത്. നമ്മൾ മറക്കരുത്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഇലകളുണ്ടായിരിക്കും, പൂക്കളുണ്ടായിരിക്കും, കായ്ക്കളുണ്ടായിരിക്കും, കനികളുണ്ടായിരിക്കും. അപ്പോഴൊക്കെ തന്നെ വിത്ത് ആരും കാണാണ്ട് മണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പാഠം ഈ പ്രകൃതി നമുക്ക് തരുമ്പോൾ, ഇതുപോലെ തന്നെ നമ്മൾ എത്ര തന്നെ വളർത്താലും, ഈ ലോകം എത്ര തന്നെ നമ്മളെ സമൃദ്ധിയിലേക്കോ സന്തോഷത്തിലേക്കോ ഒക്കെ കൊണ്ടുപോയാലും, പ്രകൃതി പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ, വാനോളം ഉയരണമെങ്കിൽ, നിങ്ങളുടെ ഗ്രൗണ്ട്, നിങ്ങളുടെ റൂട്ട്, അവിടെ നിങ്ങളെപ്പോൾ എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളുള്ളിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് വളരാനുള്ള അനുമതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പലരും ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, പറയാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കാലിൻ്റെ ചോട്ടിൽ ആണ് സ്വർഗം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിസ്സഹായരായി, നിങ്ങൾക്കൊന്നിനും പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ആ സമയത്താണ് നമ്മൾ ഒന്ന് തല ചായ്ക്കാൻ, അല്ലേ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് ഈ ഭാരമൊക്കെ ഇറക്കി വെക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ തേടാം. ആ തേട്ടത്തിൽ നമ്മളെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് എന്തിലേക്കറിയോ നിങ്ങൾക്ക്? കുഞ്ഞായിരുന്നപ്പോൾ ഒരു മടിയിൽ കിടന്ന സുഖം, ഒരു നെഞ്ചത്തിൽ ആളിക്കപ്പെട്ട സുഖം. അതിനും മുന്നേ, അത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, ഒരു ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഞാൻ എത്ര സംരക്ഷണത്തോടു കൂടി സേഫായിട്ട് കിടന്നത്, ആ സേഫ് സ്പേസാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രയാസം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴും തല ചായ്ക്കാനോ ആ പ്രയാസം പറയാനോ സമാധാനം കിട്ടാനോ എന്തെങ്കിലും വേണം എന്നൊരാൾക്കൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ, പ്രത്യക്ഷത്തിൽ ഇതൊരു പ്രശ്നമാണ്, അതിനെനിക്കൊരു പരിഹാരമാണ്, അതിനെ പറ്റിയ ഒരാളെയാണ് നമ്മൾ തേടുന്നതെങ്കിൽ, അതിൻ്റെ ആന്തരിക തലത്തിലേക്ക് പോയി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, അമ്മ എന്ന അനുഭവത്തെയാണ് നമുക്കപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ പറയാം, എനിക്ക് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അനുഭവത്തെയാണ് ചോദിക്കേണ്ടത്? അമ്മ എന്ന ദൈവികമായ അനുഭവത്തെ. പഠിച്ചോനെ, എനിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് നീ ഇറക്കി തലയ്ക്ക്, ആരെടുത്തേക്കെങ്കിലും എന്നെ ഒന്ന് എത്തിക്കുന്നു പറയുമ്പോഴും പഠിച്ചോനെ തന്നെയാണ് അറിയേണ്ടത്. പക്ഷേ ഭൂമിയിലേക്ക് നിങ്ങൾ വന്ന സമയം മുതൽ പടച്ചവന് പടപ്പുകളിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നത്, അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും. അതിൻ്റെ ആദ്യഘട്ടമാണ്
നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒതൻറ്റിക് സിഗ്നേച്ചറോട് കൂടിയിട്ട് പടച്ചവൻ്റെ ആദ്യ അനുഭവമാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ സേഫാണ് എന്ന് ഓർമ്മിപ്പിക്കലാണ്. നിനക്ക് ബുദ്ധിയില്ലെങ്കിലും നിനക്ക് ബോധമില്ലെങ്കിലും ഇതാ ഒരു അമ്മയുടെ ഗർഭാശയത്തിനകത്ത് ഇത്ര സുന്ദരമായി ഞാൻ നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന സംരക്ഷണം നമ്മൾ ആ ഗർഭാവസ്ഥക്കകത്താണ് ആസ്വദിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യന് എന്തിൽ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ മടക്കപ്പെടുമെന്ന് പറയുമ്പം മണ്ണുകൊണ്ടാണ് ശരീരം സൃഷ്ടിച്ചതെങ്കിൽ നമ്മളെ ശരീരം മണ്ണിലേക്ക് തന്നെ പോകും, അവിടെ നിൽക്കുന്നില്ല. ഗർഭാശയത്തിൽ നിന്നാണ് നമ്മൾ വന്നതെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഗർഭാശയത്തിലെ ആ കുഞ്ഞ അവസ്ഥയിലേക്ക്, അമ്മ അനുഭവ അവസ്ഥയിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകാൻ പലപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, തിരക്കേറിയ ഒരു ദിവസം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് ഒരു സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ പോയി കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ? ആ സുഖം നമുക്ക് വേണ്ടേ? ആ റെസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ, ആ റിലാക്സേഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് എന്തൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളെ റെജുവിനേറ്റ് ചെയ്യും. നമ്മുടെ ഉറക്കത്തിൻ്റെ ഈ അവസ്ഥ എങ്ങാനും തെറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആഴമെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുക? മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അസുഖം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും പാതി സമയം അല്ലെങ്കിൽ ഒരു രാവ് മുഴുവൻ ഉറങ്ങുന്നതിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നതിലൂടെ എന്തിലേക്കൊക്കെയാണ് തമ്പുരാൻ നമ്മളിനെ ഓർമ്മിപ്പിക്കുന്നത്? നിൻ്റെ റെസ്റ്റിംഗ് ഫേസ് നിൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നു. നീ ആ സമയത്ത് എത്ര റിലാക്സ്ഡ് ആയിരുന്നു, അതുപോലെ നീ ഒന്നുകൂടി റിലാക്സ് ചെയ്തിട്ട് വീണ്ടും പുനർജനിക്കുക. ഈ ഭൂമിയിലേക്ക് ജനിച്ച ദിവസം ഓർമ്മയില്ലേ നമ്മളെ ബർത്ത്ഡേ എന്ന് പറയുന്നത്? ആ ബർത്ത്ഡേ അല്ലേ ഓരോ ദിവസവും, ഇന്ന് രാവിലെ നിങ്ങൾ ഉറങ്ങിയിരിക്കുമ്പം ഓരോ ദിവസം ഒരു പാതി മരണത്തിന് ശേഷമുള്ള ജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ഓർമ്മിപ്പിക്കലാണ് ഓരോ ഉറക്കവും ഓരോ ഉണർച്ചയുമെങ്കിൽ ആ ഓർമ്മിപ്പിക്കലിലൊക്കെ തന്നെ അമ്മ എന്ന അനുഭവത്തെ കൂടി ചേർത്ത് വെക്കുന്നുണ്ട് തമ്പുരാൻ. നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉമ്മയെ മറന്നെങ്കിൽ കൂടി നിങ്ങളെ ഉറക്കി ശീലിച്ചത് നിങ്ങൾ ഉമ്മയാന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഉമ്മയുടെ പേര് ഓർത്തില്ലെങ്കിലും ഉമ്മയെ സ്മരിച്ചിട്ടില്ലെങ്കിൽ കൂടി ഉമ്മ ശീലിപ്പിച്ചതിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഉമ്മ എന്ന അമ്മ എന്ന സ്മരണയുണ്ട്. അപ്പം മാതൃത്വം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്. ഇറ്റ്സ് എ ഡിവൈൻ ആട്രിബ്യൂട്ട് ആൻഡ് ഇറ്റ്സ് എ ഡിവൈൻ റോൾ. അതൊരു ദൈവികമായിട്ടുള്ള റോളാണ് അമ്മയാവുക എന്ന് പറഞ്ഞത് തന്നെ. അപ്പം ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളെ ഒരു GTയിൽ ക്രിയേറ്റിവിറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂമിയിൽ ഈ മണ്ണിൽ നിന്നും വിത്ത് മുളപ്പിക്കുന്നത് പോലെ പുനർജന്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മയെയാണ്, അല്ലേ? അമ്മയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു ഗ്രേറ്റ് ഹോണറിങ് ആണ്, ഒരു ഗ്രേറ്റ് റോളാണ്. ബിക്കോസ് ഈ ഭൂമിയിൽ ദൈവമാണ് മനുഷ്യന് ജന്മം നൽകുന്നത്. ജീവൻ നൽകുന്നവൻ പടച്ചോനാണ്, തമ്പുരാനാണ്. അപ്പം പഠിച്ചോൻ ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ പ്രക്രിയയുടെ റിഫ്ലക്ഷനായിട്ട്, റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ പുനർജന്മം വീണ്ടും നൽകാൻ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളെ തരുമ്പോൾ അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? അമ്മ എന്ന റോളിലെയാണ് ആക്ച്വലി തിരഞ്ഞെടുക്കുന്നത്. അത് ചില്ലറ തിരഞ്ഞെടുപ്പല്ല. കാരണം അത്രമാത്രം ഡെഡിക്കേഷനും സിൻസിയാരിറ്റിയും ഹോണസ്റ്റിയും അതിലുണ്ടാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഉപ്പയെയാണോ ആദ്യം അനുഭവിക്കുന്നത്, ഉമ്മയെയാണോ അനുഭവിക്കുന്നത് ചോദിച്ചാൽ ആദ്യം അനുഭവിക്കുന്നത് ആരെയാണ്? ഉമ്മയെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഉമ്മ അനുഭവിക്കുക എന്നുള്ള, അതിനുശേഷമാണ് ഉപ്പയെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യൂണിവേഴ്സൽ മദർഹുഡ് എന്നതിലേക്ക് വരുമ്പം എൻ്റെയും ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുള്ളിലും ഒരു അമ്മ ഭാവമുണ്ട്. മദേഴ്സ് ഡേയിൽ നമ്മൾ ശരിക്കും അറിയേണ്ടത് അമ്മ എന്ന ഒരു ഫിഗറിനപ്പുറത്തേക്ക്, ഉമ്മ എന്ന ഒരു റോളിനപ്പുറത്തേക്ക് ഒരു ഭാവമുണ്ട്. ആ ഭാവത്തിലാണ് ശരിക്കും ഉമ്മയുള്ളത്. ഉമ്മയുടെ ഉണ്മ എന്ന് പറഞ്ഞാൽ തന്നെ ആ അമ്മ ഭാവത്തിലാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൂര്യനിൽ നമുക്കൊരു ഉമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കാം. രാവിലെ തന്നെ എണീറ്റിട്ട് നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും എണീപ്പിക്കാൻ സമയമായിട്ടുണ്ട്, വെളിച്ചം കൊടുക്കുന്നു, എണീറ്റ് ചൂടൊക്കെ തരുന്നു, അല്ലേ? ഇത്ര നേരത്തെ ആയോ? ചില കുട്ടികളല്ലേ ഉമ്മ എന്തിനപ്പം തന്നെ വിളിക്കില്ല എന്നതുപോലെ, ഇത്ര നേരത്തെ വെളിച്ചം വെച്ചു, കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം നേരത്തെ തന്നെ വന്ന് മക്കളെ ഉണർത്തുന്നത് പോലെ ഈ പ്രകൃതിയെ ഉണർത്താനായിട്ട്, ഭൂമിയെ ഉണർത്താനായിട്ട് സൂര്യൻ അമ്മയെപ്പോലെ നേരത്തെ എണീറ്റ് വന്നുകൊണ്ടിരിക്കുക. സൂര്യൻ ഒരു അമ്മ ഭാവമുണ്ട്, അല്ലേ? ഉറങ്ങാൻ സമയമൊക്കെ കഴിച്ച് വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് നീങ്ങുമ്പോഴേക്ക് അവിടെ ഇരുട്ട് പകരുന്നു, അല്ലേ? അപ്പോൾ പറയാറുണ്ട് അമ്മ വെളിച്ചമാണ്. അമ്മ വെളിച്ചം എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി ആക്കരുത്. എങ്ങനെ അമ്മ വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഏത് വെളിച്ചം? മെഴുകുതിരി എന്ന് പറഞ്ഞാൽ ഉരുക്കി തീരാനുള്ള. അപ്പം അമ്മമാരങ്ങനെ എന്നാൽ എല്ലാവരും ഉരുക്കി തീർന്നോളി, അതൊരു മാതിരി ഒളിച്ച് കടത്തല. അങ്ങനെയല്ല, മനസ്സിലായല്ലേ? ഇപ്പോൾ ഞാനിങ്ങനെ ഫിനിയനോട് പറയും, മോളെ അമ്മയാ നിങ്ങളൊക്കെ സ്ത്രീകളാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ വെളിച്ചമാണ്. അപ്പം വീട്ടിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ ഓരോ മൈൻഡിൽ ബൾബൊക്കെ ആയിരിക്കും കത്തുന്നത്. വെളിച്ചമാണ് ശരിയാ. ചിലർക്ക് CFL കത്ത് വെളിച്ചം എന്ന് പറയുമ്പോൾ മൈൻഡിലൊരു സാധനം കത്തുന്നില്ലേ, നിങ്ങൾ വെളിച്ചമാകും എന്ന് പറയുമ്പോൾ കൊള്ളാം എന്നറിയാം ഇങ്ങനെ പുളകിതമായിട്ടിരിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഈ ഉരുകിത്തീരാറ്റുള്ളവരാണ്. അതുകൊണ്ട് എന്ത് വന്നാലും സഹിച്ച് ക്ഷമിച്ച് കടിച്ച് പിടിച്ച് സഹനത്തിൻ്റെ അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ബൾബും CFL ഒക്കെ മാറ്റിയിട്ട് ഫ്ലഡ് ലൈറ്റൊക്കെ മാറ്റിയിട്ട് ഒരു മെഴുകുതിരി ഇങ്ങനെ കാണും. ഇത് ഇങ്ങനെ ഉരുകാനുള്ളതാണ്. അങ്ങനെ ഉരുക്കി തീരാനുള്ള അങ്ങനെയല്ല. അമ്മ പ്രകാശമാണ് എന്ന് പറയുമ്പം എവിടേക്ക് ആ അമ്മയുടെ അമ്മഭാവത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇരുട്ടുണ്ടാകും. അപ്പോൾ അത് ഉപ്പയാണെങ്കിലും കൊച്ചു കുട്ടിയാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും ഒരാളുടെ അസാന്നിധ്യം ഇരുട്ട് പരത്തുന്നുണ്ടെങ്കിൽ അവരിലെ അമ്മ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ആദ്യത്തെ ഗുരു ആരാണ്? അമ്മയാണ്. അറിവ് എന്താണ്? വെളിച്ചമാണ്. ഉമ്മ എന്താണ്? വെളിച്ചമാണ്. ഗുരു എന്താണ്? വെളിച്ചമാണ്. അപ്പോൾ അമ്മ എന്നത് ഒരു ഗുരുവായിട്ടുള്ള വെളിച്ചമാകുന്ന അവസ്ഥയാണ്. അങ്ങനെ നോക്കുമ്പം ലോകത്തിലേക്ക് വെളിച്ചവുമായി വന്നവരൊക്കെ അമ്മയെപ്പോലെ അമ്മഭാവത്തിലൂടെ ലോകത്തിലേക്ക് വന്നവരാണ്. അതുകൊണ്ടാണ് വെളിച്ചം കൊണ്ടുവന്ന ഗുരുവായിട്ടുള്ള പ്രവാചകർ പോലും ഉപ്പനേക്കാളും മാതാപിതാ ഗുരു അല്ലേ എല്ലാത്തിനേക്കാളും യു ഹാവ് ടു ട്രൈ ടു ലവ് മീ എന്ന് പറയാനുള്ള കാരണം എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അറിവും വെളിച്ചവും സ്നേഹവും കൊണ്ടു തരുന്നു. ആ വെളിച്ചത്തിലും സ്നേഹത്തിലും സാന്നിധ്യത്തിലും നിങ്ങൾ ആരിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് അമ്മ ഭാവത്തോടുകൂടി നോക്കാൻ പറ്റുന്നു. അവരെ കുറവിലേക്ക് നോക്കല്ലേ. ഉമ്മമാരെ കണ്ടിട്ടില്ലേ? എൻ്റെ കുട്ടി ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടി, എൻ്റെ കുട്ടിക്ക് ഒരു കുറവുമില്ല, എൻ്റെ കുട്ടിയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും അല്ലേ. എഡ്സൻ്റെ ടീച്ചറും പറഞ്ഞ് ഈ കുട്ടി പൊട്ടനാണെന്ന് പറഞ്ഞപ്പോൾ എഡ്സൻ്റെ അമ്മ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നുമല്ല, എൻ്റെ കുട്ടീനെ പഠിപ്പിക്കാൻ നിങ്ങളായിട്ടില്ല മിസ്സേ, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാണ് അമ്മ ഭാവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ സംഭവമല്ല. ലോകം മൊത്തം തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ അങ്ങനെയല്ല, ഓന് നന്നാവും, അങ്ങനെ പറഞ്ഞ് ആ അമ്മ എന്താണ് ഇവിടുന്ന് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാലും ഒരു കാലത്തിൽ അവന് നന്നാവുന്നു. അപ്പോൾ എങ്ങനെ നടന്ന ചെക്കനെ അറിയാം. ഇപ്പം മാഷാഅല്ലാ എന്താണ് അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരോ പ്രാർത്ഥന, ഏതോ അമ്മ ഭാവത്തിലുള്ള ഒരാളെ പ്രാർത്ഥന. ചില അമ്മമാരുണ്ട് നേരെ തിരിച്ചും പറയും. അതുകൊണ്ട് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് മദറിനെ ഇങ്ങനെ മറ്റേ പർവ്വതീകരിക്കേണ്ട, അതിനെല്ലാ വേർഷൻസും പറയണം. അമ്മയെ നന്നാക്കൽ കൂടി അതിൻ്റെ ആവശ്യമല്ലോ. നമ്മളിലെ അമ്മ ഭാവത്തെ നമ്മൾ സംസ്കരിക്കുക കൂടി വേണം. അല്ലാണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ കാലിൻ്റെ ചോട്ടിലെ സ്വർഗം വേഗം വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായിട്ട് മാറും. അങ്ങനെയല്ല. കാലിൻ്റെ ചുവട്ടിൽ സ്വർഗം അനുഭവിക്കുമാറൊരു ഉപകരണം നിങ്ങളാവുന്നുണ്ടോ? ഉപകരണം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സംഗീതം കേൾക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നിരിക്കൂലേ? ആ സമയത്ത് വടി എടുത്തിട്ട് എല്ലാവരും തല്ലിങ്ങോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉപകരണമാവാൻ എൻ്റെ കാലിൻ്റെ ചോട്ടിലേക്ക് വന്ന് പറഞ്ഞാൽ ആരെയും വരുമോ? ഒരിക്കലും വരൂല. അപ്പോൾ അങ്ങനെ ആകുന്നോന്ന് കൂടി ചോദിക്കണം. പേരിട്ടത് കൊണ്ട് അമ്മയാവൂല. ആ ഭാവം നമ്മളിലൂടെ കടന്നു വരണമെന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ യൂണിവേഴ്സൽ മദർഹുഡ് എന്ന പോയിന്റിലേക്ക് നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവർക്കുള്ളിലും അമ്മയുണ്ട്. എവിടെ വെളിച്ചമുണ്ടോ, എവിടെ സ്നേഹമുണ്ടോ, എവിടെ സ്നേഹത്തിൻ്റെ നോട്ടമുണ്ടോ, കാണലുണ്ടോ, എവിടെ നെർച്ചറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഒരു മിണ്ടാപ്രാണി എന്തിനോ വേണ്ടി ബുദ്ധിമുട്ടി, വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിനെ കാണുമ്പം നിങ്ങൾക്ക് തോന്നാണ് അതിന് കുറച്ച് വെള്ളം കൊടുക്കണ്ടേ എന്ന് തോന്നുമ്പം ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞു കുട്ടിക്കുള്ളിൽ ആരാണ് ഉണർന്നത്? അമ്മയാണ് ഉണർന്നത്. മിനിയാന്നും ഞാൻ ഇക്വേഷൻ ഓഫ് മദർഹുഡ് എന്ന് നമുക്ക് ടോപ്പിക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ മെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ചെടി അവിടെ നിൽക്കണത് ഇത് ഒറിജിനൽ ചെടിയല്ല, പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി ഇത് കണ്ടപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് മദർഹുഡ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സാധനം തല്ലി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയേ, അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് ഈ ചെടി കാണുമ്പോൾ ഇതിന് വെള്ളം ഒഴിക്കേണ്ടേ എന്നൊരു തോന്നലാണ് അല്ലേ? വെള്ളം ഒഴിക്കേണ്ടേ എന്നൊരു തോന്നൽ. എൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ, എന്തേ കുടിക്കാൻ എടുക്കണ്ടേ, ഇതാണ് ബാക്കിയൊക്കെ പിന്നെ ആ തോന്നലാണ്. ഫസ്റ്റ് ആ ഒരു ഹോസ്റ്റിംഗ് ആണ് അമ്മ എന്ന് പറയുമ്പോൾ. അതേ സമയത്ത് അമ്മ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് വല്ല പശുവറ്റ തിന്നോ എന്ന് കരുതി നോക്കിയിരിക്കലുണ്ട്. അതാണ് അച്ഛൻ ഇസ് ദ ഗാർഡിയൻ. അച്ഛൻ ചിലപ്പോൾ വന്നിട്ട് തിന്നാനൊന്നും ചോദിക്കില്ല. അച്ഛൻ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അച്ഛനിലെ അമ്മയാണ് ആ സമയത്ത് എന്ത് ചെയ്തത് പുറത്ത് വരുന്നത്. ആ സമയത്ത് അമ്മ വന്നിട്ട് കുട്ടീനോട് പറയുകയാണത് ഇപ്പം തിന്നൊന്നും വേണ്ട പഠിച്ചുകൂട് എന്ന് പറയുകയാണെങ്കിൽ അമ്മയല്ല അപ്പം അമ്മയിലൂടെ വന്നത്. ആരാ വന്നത്? അച്ഛനാണ് വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമ്മയെ അച്ഛനെയും രണ്ടാളെയും തന്നത്. കാരണം ഒരാൾ റോൾ എടുക്കില്ല, അടുത്ത ആൾ എന്ത് ചെയ്യണം? എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഏതായാലും അത് പരസ്പരം നിങ്ങൾ പുതപ്പാണ്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോളുകളിലൂടെയാണ് ആ ഭാര്യ-ഭർത്തൃബന്ധം എന്നതാണ്. കാരണം ഭാര്യ-ഭർത്തൃബന്ധത്തിലൂടെ പിതൃബന്ധത്തിലേക്കുള്ള പരിശീലനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കി ഇതിന് വെള്ളം ഒഴിക്കണമെന്നുള്ള തോന്നൽ ഉളവാക്കണം നമുക്കകത്തുള്ള ആരാണ്? അമ്മ എന്ന
ബോധമാണ്, അത് കരുണയാണ് അല്ലേ, അത് കാരുണ്യമാണെന്നുള്ളതാണ്. എന്നാൽ അത് കൊടുത്താൽ മാത്രം പോരാ അല്ലേ, വളർത്താൻ മാത്രം പോരാ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന ഫീലിംഗ്. ഫാദർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ ഫീൽ ചെയ്യുക? ഒരു സ്ട്രെങ്ത്താണ് അല്ലേ, ഒരു സ്ട്രെങ്ത്താണ് ആക്ച്വലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പവറാണ് ആക്ച്വലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്കുള്ളിലെ പ്രൊട്ടക്റ്റർ, പവർ, ഇതിലൊക്കെ നിങ്ങളിരിക്കുമ്പം നിങ്ങൾക്കകത്തുള്ള അച്ഛൻ എന്ന, ഉപ്പ എന്ന, ഫാദർ എന്ന ബോധത്തിൽ, ഭാവത്തിലാണ് നിങ്ങളപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അതേ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം, അൺകണ്ടീഷണൽ കമ്പാഷൻ, കൈൻഡ്നെസ്, നർച്ചറൻസ്, ഈ ഫീലിംഗ് നിങ്ങൾക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കുള്ളിൽ ആര് പുറത്തേക്ക് വരുന്നു? മദർഹുഡ്, മദേർലി അവെയർനെസ് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള. നോക്കിയേ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് നോക്കി നന്നാക്കാം, നോക്കി നശിപ്പിക്കാം, ശരിയാണോ? ചില അമ്മമാർ മക്കളെ നോക്കി ഏകദേശം ഒരു പരുവത്തിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യും? നിങ്ങളൊന്ന് നോക്കുമെന്ന് വയ്ക്കൂ. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ കുറേ ഇങ്ങനെ നോക്കിയില്ലേ? നമ്മൾ നോക്കിയിട്ട് ശരിയാവണില്ല, നിൻ്റെ നോട്ടം ശരിയല്ല എന്നൊരു സമ്മതിക്കോ? ഇല്ല. ആരെയും സമ്മതിക്കോ? നമ്മളെ നോട്ടം, ഞാൻ നല്ലോണം നോക്കി, നിങ്ങളും കൂടി ഒന്ന് നോക്കി, അപ്പോൾ ഞാനൊന്ന് നോക്കി, ഓരോന്ന് നോക്കി, ഇവരൊന്ന് നോക്കി, എല്ലാവരും കൂടി നോക്കി, ലാസ്റ്റ് ആക്കി, അവസാനം ഓരോ നമ്മൾ ഊക്കി. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കണേ. അപ്പം നോക്കി ഒന്നും അല്ലാണ്ടാക്കുന്നവരുണ്ട്. അപ്പം നോട്ടം എന്ന് പറയുമ്പം അമ്മയുടെ നോട്ടം തന്നെയാണോ നിങ്ങൾ നോക്കിയത്? ഉമ്മയുടെ ഉണ്മയുള്ള നോട്ടം തന്നെയാണോ നിങ്ങൾ നോക്കിയത്? അങ്ങനെയാണ് നിങ്ങൾ നോക്കിയതെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഇതിന് വെള്ളം കൊടുക്കണ്ടേ, ഇതിന് നർച്ചർ ചെയ്യണ്ടേ എന്ന ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മൾ ആരെ നോക്കുമ്പോഴും ആ നോട്ടം നല്ല നോട്ടമാണ്. മനസ്സിലായില്ലേ? അതൊരു തിരുനോട്ടം പോലെയാണ്, ദൈവികതയിലൂടെ നോക്കലാണ്. സൂര്യനിലൂടെ ഈ ഭൂമിയെ തമ്പുരാൻ നോക്കുന്നത് പോലെ, നോക്കാൻ ഏൽപ്പിച്ചതുപോലെ അത്തരത്തിലുള്ളൊരു നോട്ടം നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അത് അസ്ഥാനത്ത് പോയിട്ട് കൊടുക്കരുത്. ബസ് കയറിയ കണ്ടക്ടർക്ക് അങ്ങനത്തെ ഒരു നോട്ടം, മനസ്സിലായല്ലേ? അതേ സമയത്ത് വീട്ടിൽ പച്ചക്കറിയായിട്ട് ആയിരിക്കും വരുന്ന സമയത്ത് ചേച്ചി ഒന്ന് ഉഷാറായിക്കണല്ലോ എന്നുള്ളൊരു നോട്ടം, ആ നോട്ടമല്ല, അസ്ഥാനത്ത് കൊടുക്കരുത്. മനസ്സിലായല്ലേ? അപ്പോൾ അത്തരത്തിൽ അസ്ഥാനത്ത് നോട്ടം കൊടുക്കുന്നവരുടെ ഒരു പ്രസ്ഥാനം തന്നെ ഇപ്പം ഉണ്ടായി വരുന്നത്, അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പം അമ്മയുടെ നോട്ടം എവിടെ കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവിടെ നിങ്ങൾ ഫാദറിൻ്റെ നോട്ടാണ് കൊടുക്കണ്ടേ. ചേച്ചി ഒന്ന് നന്നാക്കിയല്ലോ, അതിന് ഒന്നുമില്ല പറഞ്ഞു, ഓക്കെ, അതായിരിക്കണം. ക്ലിയർ ആയല്ലേ? കാരണം അമ്മ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അമ്മ മനസ്സിലാണ് എന്തുള്ളത്? പിള്ള മനസ്സുള്ളത്. പിള്ള മനസ്സിലേ കള്ളമില്ലാത്തതുള്ളൂ. മനസ്സിലായല്ലേ? ഒരു പിള്ള ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ എന്തൊക്കെ കള്ളം പറയുന്നുണ്ട്. എന്നിട്ട് പറയും പിള്ള മനസ്സിൽ കള്ളമില്ല, പിള്ളയെ നോക്കുന്ന അമ്മ മനസ്സിൽ കള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവരുത്. അപ്പം കള്ളമില്ലാത്ത, കളങ്കമില്ലാത്ത പിള്ളയെ ഈ തള്ളക്ക് കിട്ടിയിട്ട് തള്ള ഇല്ലാത്ത പലതും പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ഈ കുട്ടിയെ തള്ളിയിടണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിട്ടിയില്ല. ഒറ്റ പ്രാവശ്യം വരുള്ളൂ, ലൈവായിട്ട് വരണം. അതുകൊണ്ട് ഇനി റെക്കോർഡിങ്സ് കാണാം. അപ്പം ഓക്കെ, എനിക്കൊന്ന് നോക്കണം പറഞ്ഞ സാധനം എന്താണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, അതായത് കള്ളമില്ലാത്ത, കളങ്കമില്ലാത്ത പിള്ള മനസ്സ് അല്ലേ? ആ പിള്ള മനസ്സിനെ കൈകാര്യം ചെയ്യാൻ ഒരു തള്ളക്ക് കിട്ടുന്നു അല്ലേ? ആ തള്ള എന്താ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിലേക്ക് ഇല്ലാത്ത ജിംബൂമ്പ കോക്കാച്ചിനൊക്കെ തള്ളി മറിച്ച് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി മൊത്തത്തിൽ അതിൻ്റെ ഉള്ളോട്ട് ആവശ്യമില്ലാത്തതൊക്കെ തള്ളിക്കയറ്റിയിട്ട്, കള്ളം കുത്തി കയറ്റിയിട്ട് ആ കുട്ടിയെ തള്ളി മറിച്ചിടുന്നു. മനസ്സിലായോ? ഡൺ. അപ്പോൾ അതല്ല ചെയ്യേണ്ടത്. ഒരു പിള്ളയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമുക്ക് നോക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ പടച്ചോന് നമ്മളിലൂടെ ആ കുട്ടിയെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊരു ഭാഗ്യമല്ലേ. അതായത് ഒരാൾ പറയാം, ഞാനൊരു കൊയല, എന്നെക്കൊണ്ടൊന്നും നടക്കൂല, ഞാനൊരു കൊയലാണ്, എന്നെക്കൊണ്ടൊന്നും നടക്കൂല, ഞാനൊരു കൊയൽ മാത്രമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവർക്കൊരു ചാൻസ് ഇട്ടാണ് ഒരു സംഗീതജ്ഞൻ പറയാണ്, നിന്നെ ഞാനൊരു ഫ്ലൂട്ടായിട്ട് ഉപയോഗിച്ചോട്ടെ. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ വില വരട്ടെ. ഇതുവരെ ഒരു തണ്ടായിരുന്നു, ഒരു മുളയായിരുന്നു, ഒരു കഷ്ണമായിരുന്നു, ഇതിന് ഒരു വില ഉണ്ടായിരുന്നില്ല. ആകെ ഉപയോഗിക്കണം എന്തിനാ? നാട്ടുകാരെ തല്ലാൻ, കുട്ടികളെ തല്ലാൻ, ഇതിന് മാത്രമാണ്. അപ്പം അതിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ ഒരു ഉപകരണമാക്കിക്കോട്ടെ ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉപകരണമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തുള ഇങ്ങനെ ഇടും അല്ലേ? എന്തിനാ തുളയ്ക്കുന്നത്? വേദനിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എന്തിനാ വേദനിക്കണത്? ഈ ഹോളുകൾ, ഈ മുറിവുകൾ, ഈ തുളകൾ, ഇതിലൂടെയാണ് എന്ത് വരാൻ പോണത്? വളരെ ശുദ്ധമായിട്ടുള്ള സംഗീതം വരാൻ വേണ്ടി പോകുന്നത്. അതാണ് വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻറ്റേഴ്സ്. മുറിവുകളിലൂടെയാണ് എന്ത് ചെയ്യണത്? വെളിച്ചം വരാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ഒരു മുറിവിലൂടെ ഒരു കുഞ്ഞിന് നമ്മൾ ജന്മം കൊടുക്കുമ്പം
നിങ്ങളെ ശരിക്കും എന്താക്കാ തുളച്ചോണ്ടിരിക്കുകയാണ്, എന്തൊരു വേദന, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറയും. എന്നാൽ എന്താ, കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഇതുപോലെ എത്ര മക്കൾക്ക് ജന്മം കൊടുക്കാനും ഞാൻ റെഡിയാണ് എന്ന അവസ്ഥയിലേക്ക്. കാരണം ആ അവസ്ഥയിൽ അവർ തിരിച്ചറിയാണ് ആ ദൈവികമായിട്ടുള്ള തിരുനോട്ടം. ആ നോട്ടത്തിലൂടെ നമ്മളെ കുഞ്ഞിനെ എങ്ങനെ കാണുമ്പം നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇനി ആ വേദന അറിയില്ലെങ്കിൽ കൂടി ഒരു അച്ഛനോ വേറെ ആരും ഈ ലോകത്തിലുള്ള ആരും ആ കുഞ്ഞിനെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പം അവർ പോലും അറിയാണ്ട് അവരുടെ നോട്ടം തിരുനോട്ടമായിട്ട് മാറും. ആർക്കെങ്കിലും ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് അയ്യേ ഇതെന്ത് കുട്ടിയത് എന്നൊക്കെ പറയാൻ തോന്നോ? ഇല്ല. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർക്കാണെങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഓണാവും. അപ്പോൾ ആ കുഞ്ഞ് നമ്മളിലെ സംഗീതജ്ഞനെ, നമ്മളിലെ ഉപകരണത്തെ, നമ്മളിലെ ഇൻസ്ട്രുമെൻറ്റിനെ, നമ്മളിലെ ചാനലിനെ, നമ്മളിലെ ഡിവൈൻ നോട്ടത്തെ ഉണർത്തി എന്നുള്ള. കുഞ്ഞെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാനൊരു കുട്ടിയാണ്, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ, എന്നെ കുഞ്ഞായി തന്നെ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് അമ്മയായിട്ടല്ലാണ്ട് എന്നെ നോക്കാൻ പറ്റൂല. അപ്പോൾ ഈ ലോകത്തിലുള്ളവരെല്ലാവരോടും കമ്പാഷനോട് കൂടി കൈൻഡ്നെസ്സോട് കൂടി നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ നോക്കുമ്പോൾ അമ്മ ഭാവത്തിലൂടെ നോക്കുന്നവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ അതുപോലെ ഈ ലോകത്തിലുള്ളവരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. എന്തിനാണ് നമ്മളെപ്പോഴും നമുക്കുള്ളിലെ ശിശുഭാവം നശിപ്പിക്കരുത്, നഷ്ടപ്പെടുത്തരുത് പറയാനുള്ള കാരണം, ബിക്കോസ് എൻ്റെ ശിശുഭാവത്തിൻ്റെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ അകത്തുള്ള കുഞ്ഞു ഭാവത്തിൻ്റെ അകത്താണ് അമ്മ എന്ന ഭാവം ഉറങ്ങുന്നത്. കുട്ടിയാണ് അമ്മയെ അറിഞ്ഞത് അല്ലേ, കുഞ്ഞാണ് അമ്മയെ അറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ എത്തുന്നതുകൊണ്ട് തന്നെ കെട്ടിയോളെ കാണുന്ന സമയത്ത് ചിലർക്ക് കെട്ടിയിട്ടതുപോലെ തോന്നും. എന്നാൽ അതേ സമയത്ത് കെട്ടിയോളെ കാണുമ്പോൾ കെട്ടിയിട്ടതുപോലെ തോന്നുന്ന പുരുഷന്മാർക്ക് പോലും അവരുടെ ചില കാര്യങ്ങളിൽ അവർ കുടുങ്ങിയ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വീണ്ടും കെട്ടിയോളുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഒരു കുട്ടിയെ പോലെ കിടക്കും. കാരണം എന്താ, അപ്പോൾ കെട്ടിയോളല്ല കാണുന്നത്, ആരാ കാണുന്നത്? കെട്ടിയിട്ടവളല്ല കാണുന്നത്, ആരാ കണ്ടുകൊണ്ടിരിക്കുന്നത്? അമ്മ എന്ന ഭാവത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യക്കും ഭർത്താവിന് ആരായിട്ട് മാറാം? അമ്മയായിട്ട് മാറാം. നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. എൻ്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ചില പുരുഷന്മാർ ചിന്തിക്കുമ്പം അത് അവിടെ മിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഴ്സ് ആരാണ്? ഒരു ഭാര്യയായിരിക്കും. അപ്പോൾ ഭാര്യക്കകത്തും ആരുണ്ട്? ഒരു ഉമ്മയുണ്ട്. അപ്പം ഭാര്യ എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് മക്കളുണ്ടാക്കാൻ, എൻ്റെ മക്കളെ കാര്യം മാത്രം എനിക്ക് നോക്കാൻ സമയം, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോടി, എനിക്ക് കുട്ടീനെ നോക്കണം എന്ന് കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി മാത്രമല്ല, ഈ ഭർത്താവിൻ്റെ അകത്തും എല്ലാവർക്കകത്തൊരു കുട്ടിയുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ആരാകണം? അമ്മയാകണം. ഇനി ഇത് വെച്ചിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ ഇങ്ങനെ വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള എന്തുവാണെന്ന് ഗൈഡ് പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും അമ്മയാകാൻ ശ്രമിക്കണം നമ്മൾ. നേരെ തിരിച്ചു പുരുഷന്മാർക്കും ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയെ കാണുന്നതിനപ്പുറത്തേക്ക് ഒന്നുകിൽ അതിലുള്ള ഉമ്മ ഭാവത്തെ കണ്ട നമ്മൾ അവിടുന്ന് പോവില്ല, നമ്മൾ സ്നേഹത്തിലായിരിക്കും, ഭയങ്കര സമാധാനത്തിലായിരിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് അവളിലെ കുഞ്ഞു ഭാവത്തെ കാണാൻ നോക്കാം, കുട്ടിയെ കാണാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറും? ഉമ്മയായിട്ട് മാറും. അവൾക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവളടുത്ത് പോയിട്ട് സമാധാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആരാ ശരിക്കാണത്? അപ്പോൾ ഭർത്താവൊന്നുമല്ല, നമ്മൾ ആരാ വെച്ചത്? നമ്മൾ ഉമ്മ ഭാവത്തിലേക്കാണ് എലവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരിലേക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്കൊരു ഉമ്മ ഉണ്ടായിരിക്കാം, നമുക്ക് ചിലപ്പോൾ പാരൻസ് ഉണ്ടായിരിക്കാം, അവർക്ക് ചിലപ്പോൾ ഏജ്ഡ് ആയിരിക്കാം. എന്നാൽ അവർക്ക് വല്ലാണ്ട് പ്രായമാകുന്ന ഘട്ടത്തിൽ നമ്മൾ അവരെ നോക്കുന്നത് കുട്ടികളെ പോലെയാണ്. നമ്മൾ ആരായി? ഉമ്മയായി അവർക്ക് അല്ലേ? ആരാണെങ്കിലും ഉമ്മയായി മാറും. അതാ ഞാൻ പറഞ്ഞത്, എന്തിൽ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു, അതിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തെ അങ്ങനെയാണ് ആക്ച്വലി സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മദർ എന്ന് പറയുന്നത് കേവലം ഒരു റോളിനപ്പുറത്തേക്ക് അതൊരു യൂണിവേഴ്സലി എക്സിസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇപ്പം നമ്മൾ റൂമി പറഞ്ഞതുപോലെ ഒരു തുള്ളിക്കുള്ളിൽ കടൽ എന്ന് പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെ ഉള്ളിലെ അമ്മ എന്ന ഭാവം, ഉമ്മ എന്ന ഭാവം കൂടിച്ചേരുമ്പോൾ ദൈവം എന്ന ഭാവത്തിൻ്റെ വലിയ രൂപം കടൽ ഇവിടെ പ്രകടമാകുന്നു. ക്ലിയറാണോ? മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രതിനിധിയാക്കണമെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ, ഭൂമിയിലേക്ക് അയക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഉമ്മയിലാണ്. അപ്പോൾ ആർക്കൊക്കെ ദൈവത്തിൻ്റെ പ്രതിനിധി, പഠിച്ചവൻ്റെ പ്രതിനിധി ആവണോ അവരിൽ ആരും മരിക്കാൻ പാടില്ല, ഉമ്മ മരിക്കാൻ വേണ്ടി പാടില്ല എന്നതാണ്. അപ്പം എനിക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഉമ്മ പറയുന്നത് പോലെ, ഒരു അമ്മ പറയുന്നത് പോലെ, ഒരു അമ്മയുടെ ഭാവത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ന ശിശുഭാവത്തിലേക്ക് അത് കയറുള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് ഐ ആം ദ ചെയർമാൻ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മദേഴ്സ് ഡേ ആണ്, മര്യാദയ്ക്ക്. ആൻഡ് പോയിന്റ് നമ്പർ 1 പാരൻറ്റിങ് ടിപ്സ്, പോയിന്റ് നമ്പർ 2 പാരൻറ്റിങ് ടിപ്സ്. ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു കോച്ചും നിങ്ങളൊരു സ്റ്റുഡൻറ്റും, ഇവിടെ അമ്മയില്ല കുട്ടിയുമില്ല ഒന്നുമില്ല.
ഏറ്റവും ആഴത്തിലുള്ള പഠനം നടക്കുന്നത് എവിടെയാണ്? ഒന്നും സംസാരിക്കാതെ അമ്മ ഭാവം ഒരാൾ സ്വീകരിച്ച് കുഞ്ഞിൻ്റെ ഭാവത്തിൽ ഒരു കുഞ്ഞ് ഇങ്ങനെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് ABCD പോലും അറിയില്ല, ബോധം പോലും ഇല്ലാലോ, എന്നിട്ട് ആ കുട്ടിയൊക്കെ പഠിച്ചില്ലേ, എല്ലാം പഠിച്ചെടുത്തില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഉമ്മയും ഉമ്മിയും തമ്മിലുള്ള ബന്ധം എന്താ പറയുക നിങ്ങൾക്ക്? ഉമ്മിയും ഉമ്മിയും, ഉമ്മി എന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉമ്മി എന്ന് പറയുമ്പം അല്ലേ നിരക്ഷരനാണ് നമ്മൾ പറയും, ഒന്നും അറിയാത്തവർ, നിരക്ഷരർ, ഒരു സ്കൂളൊന്നും പോകാത്തവർ, അക്ഷരജ്ഞാനമില്ലാത്തവർ. അപ്പം ഉമ്മിയെ എന്ന അവസ്ഥയിൽ നമ്മൾക്ക് ജ്ഞാനം തരാൻ പറ്റിയവരാണ് ഉമ്മ. ഒന്നും അറിയാത്ത, എഴുതാൻ പേന പിടിക്കാൻ പോലും അറിയില്ല, കാഴ്ച പോലും ഇല്ല, ആ സമയത്ത് പോലും നമുക്ക് ജ്ഞാനം തരാൻ പറ്റിയവരാണ് ആര്? ഉമ്മ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ച് പുറത്തേക്ക് വന്നാൽ എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിൽ ഉമ്മയെ വേൻ സെൻസ് ചെയ്യും. അതാണ് ആ കണക്ഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കാഴ്ചയുടെ ബോധത്തിൻ്റെ ഒരു അവസ്ഥയും ഉണരാതിരിക്കുന്ന ഘട്ടത്തിലും ഒരു ഉമ്മ എന്ന ഭാവം നിങ്ങളെ തൊടാനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാത്തവരാണെങ്കിലും നിങ്ങൾ ജ്ഞാനികളായിട്ട് മാറും. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് റൂമിയൊക്കെ പറഞ്ഞത്, എൻ്റെ ഗുരു എന്നെ ആദ്യം അന്ധനാക്കി മാറ്റി. അന്ധൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉമ്മ എന്ന ഭാവത്തിലല്ലാതെ വന്ന എല്ലാ അറിവുകളും എടുത്തു കളഞ്ഞു. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത്, വലിയ ജ്ഞാനിയാണില്ല, അല്ല കുറച്ചൊക്കെ അറിയാം, എന്നാൽ എല്ലാ പഠിച്ച പുസ്തകങ്ങളും കൊണ്ട് കടലിറങ്ങി വാന്നാ പറഞ്ഞത്. അതിനർത്ഥം പഠിക്കണ്ടെന്നല്ല. ഉദ്ദേശിച്ചത് എന്താണ്? മെറ്റഫറിക്കലി അതൊക്കെ മാറ്റിയിട്ട് നിന്നിലേക്ക് വരേണ്ട ജ്ഞാനം ഉമ്മ എന്ന ഗുരുഭാവത്തിൽ നിന്നും വരണം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഉമ്മ എന്ന ഗുരു തലത്തിലിരുന്നു കൊണ്ട്, ഭാവത്തിലിരുന്നു കൊണ്ട് ജലാലുദ്ദീൻ റൂമിയുടെ ഗുരു എങ്ങനെയാണ് ട്രെയിനിങ് കൊടുത്ത്? ഒന്നും മിണ്ടിയില്ല. മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടാൾക്കാരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ജലാലുദ്ദീൻ റൂമി ലോകം അറിയപ്പെടുന്ന വലിയ പോയറ്റായിട്ട് മാറുന്നു, റൈറ്ററായിട്ട് മാറുന്നു. എന്താ സംഭവിച്ചത്? ഗർഭാവസ്ഥയിലെ ട്രെയിനിങ് അറിയില്ല നിങ്ങൾക്ക്. കുട്ടി എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? കുട്ടിക്ക് ഒന്നും അറിയില്ല. കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള അവസ്ഥയിലാണ് ഈ ഗർഭാവസ്ഥയല്ല. അപ്പം ഉമ്മീൻ്റെ അവസ്ഥയിൽ ശിഷ്യനും ഉമ്മി എന്ന അവസ്ഥയിൽ ഗുരു ഇരിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥമായിട്ടുള്ള അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ പകർച്ച സംഭവിക്കേണ്ടത്. ക്ലിയർ ആണോ? അതിനാ ഈ നമ്മളിങ്ങനെ പറയില്ലേ, പല ആൾക്കാരും എം ടി കപ്പായിട്ടിരിക്കൂ. എന്താണ്? ഉമ്മിയായിട്ട് ഇരിക്കൂ. ലോകഗുരു എന്നറിയപ്പെടുന്ന പ്രവാചകർ ഒരു സ്കൂളും പോയില്ല. ഉമ്മി എന്ന അവസ്ഥയിൽ ഉമ്മ എന്ന സ്നേഹഭാവത്തിൽ തമ്പുരാൻ വന്ന് സ്പർശിച്ചപ്പോൾ, വെളിച്ചം വന്ന് സ്പർശിച്ചപ്പോൾ ലോകത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ജ്ഞാനമാകുന്ന വേദമിഴങ്ങി അല്ലേ? ആളുകൾക്ക് അതിൻ്റെ മധുരം നുകർന്നിട്ട് മതി വരുന്നില്ല. ഞൊടിയിടയിൽ ആളുകളുടെ ഹൃദയത്തിൽ ചലനങ്ങളുണ്ടാകുന്നു, വെളിച്ചത്തിലേക്ക് ആളുകൾ എത്തുന്നു. എങ്ങനെയാണത് സംഭവിച്ചത്? ഉമ്മിയും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞിനെ നോക്കുമ്പം, നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഉമ്മി എന്ന അവസ്ഥയിലിരിക്കാൻ നിങ്ങൾ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ്. അമ്മ ഭാവത്തിലായിരിക്കണം, ടീച്ചർ ഉമ്മയുടെ ഭാവത്തിലായിരിക്കണം. ആരാണെങ്കിലും ഒരു ലീഡറാണെങ്കിലും ഉമ്മയുടെ ഭാവത്തിലായിരിക്കണം. അപ്പോഴാണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള നോളജിൻ്റെ, വിസ്ഡത്തിൻ്റെ ട്രാൻസ്ഫറിങ് നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ദൈവ വഴിയിലേക്ക് അനുയായികളെ വിളിച്ചപ്പോൾ പോലും അനുയായികളെല്ലാവരും ദൈവത്തെ കണ്ടിട്ട്, പഠിച്ചവനെ കണ്ടിട്ടല്ല പോയത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉമ്മ എന്ന കാരുണ്യത്തിൻ്റെ കടലെന്ന പോലത്തെ അനുഭവം ചുറ്റിലുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നവർക്ക്, ഇത്രമാത്രം സൗന്ദര്യപൂരിതമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു സാന്നിധ്യത്തിലെത്തിയപ്പോൾ, ഉമ്മ സ്നേഹം പോലെ ഒരു സാധനം ഇങ്ങനെ നിർഗളിച്ചപ്പോൾ അവർക്ക് ഇന്നേ വരെ കിട്ടാത്ത ഒരു പാരൻറ്റിങ്ങിൻ്റെ, ഒരു മദർ പോലത്തെ ഒരു മദർലി ടച്ച് ആ സാന്നിധ്യത്തിൽ അറിഞ്ഞപ്പം അവർക്ക് ആ വഴിയെ പോകാതിരിക്കാൻ പറ്റിയില്ല. എല്ലാ ഉമ്മമാർക്കുള്ള പരാതി എന്താ? നമ്മൾ പറഞ്ഞത് മക്കൾ കേൾക്കണില്ല, നമ്മളെ മക്കൾ മനസ്സിലാക്കുന്നില്ല. എന്താ പരാതി? കുട്ടികളെ പരാതി സെയിം തന്നെ. നമ്മളെ ഉമ്മ മനസ്സിലാക്കണില്ല, നമ്മൾ പറഞ്ഞത് ഉമ്മ കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ട് തീർപ്പാക്കും. മാതാപിതാ കഴിഞ്ഞാൽ പിന്നെ ഗുരുവാലോ. അപ്പോൾ ഗുരുകുലത്ത് പോവും, ടീച്ചറെ പോയിട്ട് അറിയും. അപ്പോൾ ടീച്ചർ അറിയുന്നത് എന്താണ് ഇന്നത്തെ മക്കൾ നമ്മളൊന്നും മനസ്സിലാക്കില്ല. അപ്പം നിങ്ങൾക്കും തന്നെ പ്രശ്നം, എല്ലാവർക്കും തന്നെ പ്രശ്നം. 3 ആൾക്കാർ 3 സ്ഥലത്ത് തന്നെ പോയിരിക്കുക. ഒരു ടീം കുട്ടികളെ അറിഞ്ഞു എന്ത് ചെയ്യാനടാ, നമ്മളെ മിസ്സിനും സാറിനും നമ്മളെ മനസ്സിലാവില്ല. ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നത്തെ മക്കൾ മനസ്സിലായി. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു സാധനം കൂടി പറയുന്നത്, പാരൻസിനും ഇപ്പോൾ നമ്മളെ മനസ്സിലാവില്ല. ഒട്ടാ പ്രശ്നമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല. ഇവരെന്താ ബധിരന്മാരാണ്, മൂകന്മാരാണ്, അന്ധന്മാരാണ്, ഒന്നും അറിയില്ല, ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത്. നമ്മുടെ ഈ ബോധത്തിന്
ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബുദ്ധിയും യുക്തിയും അറിവും കുറേ ഓണം പെരുന്നാളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനും പാരൻസിനും ആയുധം വെച്ച് കീഴടക്കേണ്ട ഘട്ടത്തിൽ അവർ ഉദ്ദേശിച്ചോടത്ത് കുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ബോധം കൊണ്ട് ഇനി ഒരു കാര്യവും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ബോധത്തെ സമർപ്പിക്കണം. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് ധാർമ്മിക ബോധമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ നന്നാവും. എന്നാൽ അതില്ലായിട്ടാ. ധാർമ്മിക ബോധമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ധാർമ്മിക ബോധമല്ല കൊടുക്കേണ്ടത്, ധാർമ്മിക ഭാവമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ബോധം ഉണ്ടാക്കാൻ നോക്കിയുണ്ട്, ബോധം ഇങ്ങോട്ടാ വീണ്ടും യുക്തി ഇതിലേക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവം എന്ന് പറയുന്നത് ബോധം ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ആളാണ്. മനസ്സിലായോ? ബോധം ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ട് എന്ത്? അമ്മ എന്ന ഭാവം കുട്ടിക്ക് അറിയാം. നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കണ മുന്നേ തന്നെ കുട്ടിക്ക് ഉമ്മ എന്നുള്ള അനുഭവം അറിയില്ലേ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ദിസ് ഈസ് യുവർ ടീച്ചർ, ഫിസിക്സ് ടീച്ചർ മുന്നേ പരിചയപ്പെടുത്തി. എന്നിട്ട് ക്ലാസ്സിലിരിക്കുമ്പോഴോ ഫിസിക്സ് ടീച്ചർ എന്നാണ് പറയുന്നത്, പക്ഷെ ഇത് കേട്ടിട്ട് ഹിപ്നോട്ടിസം പഠിപ്പിക്കാൻ തോന്നുന്നുണ്ട്. റോങ് ആയോ? കാരണം ബോധത്തിലേക്ക് കയറ്റിയത് എന്താണ്? ഫിസിക്സ് ടീച്ചർ എന്നാണ്. ഭാവത്തിലേക്ക് വരുന്നതോ ഉറക്ക ഭാവം. ഹിപ്നോസിസ് ക്ലാസ് ആണോ ഇപ്പോൾ നടന്നത്? സോറി എന്നതുപോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവിക ബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ദൈവിക ബോധം കൊടുക്കുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും തലേകാരൻ്റെ എത്രയേ ചൊല്ലിക്കൊടുത്ത് ബോധം കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ ബോധം കൊടുക്കുന്ന, ദൈവിക ബോധം കൊടുക്കുന്ന ആൾക്കാരായിട്ട് അവരടുത്ത് പ്രത്യക്ഷപ്പെടുമ്പം അവർക്ക് അനുഭവപ്പെടുന്ന ഭാവം ഏതാ അറിയാം? ഭൂതഭാവം. ദൈവിക ബോധവും ഭൂതഭാവവും. ഇപ്പം മനസ്സിലായോ? അപ്പോൾ അതാണ് പണ്ട് ആരോ പാടിയത്, ആരെയും ഭാവഗായകനാക്കുന്നു. മനസ്സിലായില്ല? ആരെയും ഭാവഗായകനാക്കും. ദാറ്റ് മീൻസ് ഭാവമുണ്ടാകണം അല്ലേ? അപ്പം ആരെയും ഭാവഗായകനാക്കും. പിന്നെന്തേനും? ആത്മ സൗന്ദര്യം മാണുനീ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആത്മസൗന്ദര്യം, നിങ്ങളുടെ ഉമ്മ എന്ന ഭാവത്തിൻ്റെ ആത്മസൗന്ദര്യം നിങ്ങളുടെ കുട്ടികൾ നുകരാണെങ്കിൽ അവരൊക്കെ ഒരു ഭാവഗായകന്മാരാവും. കാരണം അവരുടെ ഭാവത്തിൽ അതുണ്ടാവും. ഇന്നത്തെ റെസ്പെക്റ്റിൽ പോലും ആ ഭാവം ഉണ്ടോ നോക്കാം. ഭാവമില്ല. റെസ്പെക്റ്റ് എന്താ? നിൽക്കണം എന്നാ പഠിപ്പിച്ചു, ഞാൻ നിന്നൂടെ അല്ലേ അടിയിട്ടു. അപ്പോൾ ബോധത്തിലാണ് നമ്മൾ എണീക്കുന്നത്. എന്ത് കിട്ടും എന്നുള്ള ബോധം ഉണ്ടല്ലോ, 2 എണ്ണം പൊട്ടിച്ച ബോധമുണ്ട്, വരുന്നുണ്ട് എണീറ്റോ. എന്താണ് ഭാവത്തിലെന്ന് പറഞ്ഞാൽ? എൻ്റെ ഉപ്പ വരുന്നു, ഫീൽ ചെയ്യണു, എൻ്റെ ഉപ്പ വരുമ്പോൾ ഞാനില്ല, ആരെ എണീക്കുക, ഈ സാധനം ഉണ്ട്. അതാണ് ഭാവം. അപ്പം നിങ്ങൾ ഭാവഗായകരാക്കുക എന്നുള്ളതാണ്. പക്ഷേ കഷ്ടകാലത്തിൽ പറഞ്ഞാൽ ഈ പാട്ടൊക്കെ നമ്മൾ എവിടെയും കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭാവം മിക്കവാറും ആൾക്കാർക്ക് കിട്ടുന്നത് അസ്ഥാനത്താണ്. ഓളെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ സാറേ ഒരു സാധനം ഫീൽ ചെയ്തിക്കണ്. ഓളൊന്നും മിണ്ടിയിട്ടില്ല, ഫീൽ ചെയ്തോ? ഇതേപോലെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യണം? നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ കയറുമ്പോൾ മിസ്സ് കയറി വരുമ്പോൾ ഇപ്പം പൊളിഞ്ഞു വീകുന്നാ തോന്നിയത്. അവൻ അമ്മാതിരി വരത്താ വരുന്നത്. ഉമ്മനെ കണ്ടപ്പോൾ ഇപ്പം പൊട്ടുന്നാ തോന്നി, അങ്ങനാ തോന്നിയത്. അപ്പോൾ ആരെ കാണുമ്പോഴാണ് ഭാവം ഉണരുന്നത്? ആയിഷനെ കാണുമ്പോഴോ? മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദ സീക്രട്ട് ഈസ് സിംപ്ലി നമ്മുടെ ഭാവത്തിൽ അതുണ്ടാകണം. നമ്മുടെ ഭാവത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇടപെടലിൽ എന്തവർ അനുഭവിക്കുന്നു എന്നതാണ് വിഷയം. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പം അല്ലേ, ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഭാവത്തിലാകാൻ ശ്രമിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാവും. അതിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയൊക്കെ നമ്മളെങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രകൃതി മുഴുവൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. നോക്കേ, ഉമ്മിയിൽ നിന്നുമാണ് ഉമ്മ ഉണ്ടായത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആലോചിച്ചൊക്കെ, ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ എത്ര ചരാചരങ്ങൾ അല്ലേ, എത്ര ജീവജാലങ്ങൾ, എത്ര ജീവികൾ അവർ മുട്ടയിടുന്നു, അടയിരിക്കുന്നു അല്ലേ, അങ്ങനെ പ്രസവിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. ഇവരൊക്കെ തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് എന്താന്ന് പോലും അറിയാണ്ട് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കണേ. ആ സമയമാകുമ്പോൾ, ആ ജന്മം സംഭവിക്കുമ്പം, ആ അടയിരിക്കൽ സംഭവിക്കുമ്പോൾ, ആ മുട്ട ഇടുന്ന സമയത്ത്, ആ സമയം മുതൽ അവർ പോലും അറിയാണ്ട് നാച്ചുറൽ ഇൻ്റലിജൻസും അവർക്കുള്ളിൽ അമ്മ ഭാവം പുറത്ത് വരാണ്. ഞാൻ പലപ്പോഴും ഈ മദർഹുഡിനെ പറ്റി സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരുപാട് ആൾക്കാരുടെ അമ്മ ഭാവം പോയിട്ട് അമ്മ ഭൂതം വരാനുള്ള കാരണം എന്താ അറിയോ? നാച്ചുറലായിട്ട് നമ്മളിലുള്ള അമ്മക്കപ്പുറത്തേക്ക് ആർട്ടിഫിഷ്യലായിട്ടൊരു അമ്മ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ദിസ് ആണ്. അപ്പോൾ ആ ബോധത്തിൽ നമ്മളിങ്ങനെ ഇത് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കണ പോലെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെയാണ് കുറേ ആൾക്കാർ മക്കളെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതിനപ്പുറത്തേക്ക് നാച്ചുറലി നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ട്, അത് നാച്ചുറൽ ഭാവമുണ്ട്. കാരണം ദൈവികതയിൽ നിന്നാണ് നമ്മൾ വന്നതെങ്കിൽ ഡിവിനിറ്റി നമ്മളിലുണ്ടോ? നിങ്ങളിലെ ഡിവിനിറ്റിയിൽ നിങ്ങൾ നാച്ചുറലി നിന്നുകൊണ്ട് ചെയ്യുന്ന എന്തിലും മദർഹുഡ് ഉണ്ടായിരിക്കും, മദർലി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, മദർ ഫീലിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മാതൃഭാവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ യൂണിവേഴ്സാലിറ്റി ഓഫ് ദ മദർഹുഡാണ് പറഞ്ഞത്. ആ യൂണിവേഴ്സാലിറ്റിയെ, പ്രപഞ്ചം വളരെ വിശാലമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സകല കോണുകളിലും സർവ്വചരാചരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിലും അമ്മ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് അവെയർനെസ് കൊടുക്കുന്നുണ്ട്. അമ്മ എന്നതിൻ്റെ അവെയർനെസ് തമ്പുരാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിയേ, സൗരയൂഥത്തിന് സൂര്യനെ അമ്മയാക്കി കൊടുത്തു, കേന്ദ്രമാക്കി കൊടുത്തു. എന്നിട്ട് അവരോട് പറയേണ്ടത് നിങ്ങൾ ഇതിന് ചുറ്റിലും തോഫ് ചെയ്തോളാം, നിങ്ങൾ സൂര്യൻ നോക്കിക്കോളൂ. സൂര്യൻ അതിന് കേപ്പബിൾ ആക്കി കൊടുത്തു. ഈ മക്കളൊക്കെ നിങ്ങൾ നോക്കാനുള്ള പോണ വഴിക്ക് കൊണ്ടുപോകണം, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മൂപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യന് ഭയങ്കര ജാട വരാതിരിക്കുക. സൂര്യൻ പറയുന്നത് എൻ്റെ പ്രശ്നം ഞാൻ ആരോട് പറയും? നിങ്ങൾക്കൊരു മിൽക്കി വേ ഉണ്ട്, ആകാശഗംഗ, അതിനൊരു ഗാലക്റ്റിക് സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിയാൽ മതി, വഴി തെറ്റില്ല. അപ്പോൾ സൂര്യൻ ഒരു അമ്മയെ, ഒരു ഗുരുവിനെ ആക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചുറ്റിലും അങ്ങനെ കറങ്ങുക. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനും ഒരു അമ്മയും ഒരു കേന്ദ്രവും ഒരു കിബിലയും വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അണു എന്ന് പറഞ്ഞ ആറ്റം. അപ്പോൾ ആറ്റം ചോദിച്ചു, ജീവനില്ലാത്ത സാധനത്തിനും ബോധം ഉണ്ടല്ലോ, ഇല്ലേ? അല്ല, ജീവനില്ല എന്ന് പറഞ്ഞതിനും ബോധമല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവണം. ഇപ്പം കാറ്റിന് ജീവൻ ഉണ്ടോ? കാറ്റ് പോകുമ്പോൾ അറിയാം, അല്ലേ? അല്ല, കാറ്റിന് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ ദ സെൻസ്, കാറ്റ് എന്ന് പറഞ്ഞാൽ അതെന്ത് ജീവനുള്ള സാധനമാണ്. അപ്പം നമ്മൾ പറഞ്ഞു കാറ്റിനോട് അങ്ങോട്ട് പോവുക എന്ന് ഒരു ഡിവൈൻ കമാൻഡ് ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നു, അല്ലേ? അപ്പോൾ ബോധം ഉണ്ടാവേണ്ട അതിന്. ബോധമില്ലാണ്ടത് കേൾക്കോ? കാറ്റിനും ബോധമുണ്ട്, സൂര്യന് ബോധമുണ്ടോ? മനസ്സിലായല്ലേ? ഭൂമിയോട് ഒരു 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 2 സെക്കൻഡ് ഒന്ന് നിവർന്നേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നാക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ പൊളിഞ്ഞു വെക്കണില്ലേ? ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ഡിവൈൻ കമാൻഡിലല്ലാണ്ട് നടക്കുന്നു? ഈ ഭൂമിയിലുള്ള സർവ്വതും, അല്ലേ, ദൈവിക കൽപ്പനയിലാണ്. കാരണം ഇതിൻ്റെ സൃഷ്ടിപ്പ് തന്നെ ബി ആൻഡ് ഇറ്റ് ഈസ്, കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞ കമാൻഡിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ സൃഷ്ടി ഉണ്ടായത് ഉണ്ടാവുക എന്ന് ദൈവം തമ്പുരാൻ പഠിച്ചോൻ പറഞ്ഞപ്പോൾ ഉണ്ടായതാണെങ്കിൽ ആ ഉണ്ടായിട്ട് അത് അവസാനിക്കുന്നത് വരെ സകല സമയം അത് ഏത് കമാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്? ഡിവൈൻ കമാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഉണ്ടായതോടുകൂടി അത് പുറത്തൊന്നാവില്ല. സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ തന്നെ, സൃഷ്ടിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടാവുക എന്നൊരു ഡിവൈൻ കമാൻഡ് വന്നെങ്കിൽ അതിൻ്റെ അകത്തുണ്ടായ മുഴുവൻ സാധനങ്ങളും ആ കമാൻഡിൻ്റെ അകത്തല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ അതിൽ കല്ലുണ്ടായി, മണ്ണുണ്ടായി, വെള്ളമുണ്ടായി, ഒക്കെ ഉണ്ടായി, സൂര്യനുണ്ടായി, ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ആ ഉണ്ടാവുക എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ അകത്താണോ? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ കാറ്റിനും എന്തുണ്ട്? ബോധം ഉണ്ട്. ആ കാറ്റിനോട് അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കാറ്റും കേൾക്കും, അല്ലേ? സൂര്യനും കേൾക്കും, സർവ്വതും കേൾക്കുന്നുണ്ട്, സർവ്വതിനും ബോധമുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാത്തിനും ബോധമുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ കരുതുന്നതിന് പോലും നമ്മുടെ ജീവൻ്റെ ബോധത്തിലാണ് നമ്മൾ പറഞ്ഞത് അതിന് ജീവനില്ലാതെ. മനസ്സിലായോ? നമ്മളെ ജീവൻ്റെ ബോധത്തിലാണ് നമ്മൾ പറഞ്ഞത് അതിന് ജീവൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇപ്പം നമ്മൾ വവ്വാലിനെ പറ്റി പറയാറുണ്ട്, അവർക്ക് കണ്ണ് കാണൂല. അപ്പോൾ നമ്മൾ അറിയണത് നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ല എന്ന് വവ്വാലിനോട് പറഞ്ഞാൽ വവ്വാലിന് എന്ത് കണ്ണ്? ആ സാധനം എന്താണെന്ന് അറിയില്ല. മൂപ്പർക്ക് വല്ല ടെൻഷൻ ഉണ്ടാവും. ഇവരെന്താ പറയുക, എന്ത് സാധനം, കണ്ണ്, കാഴ്ച, എന്ത് കാഴ്ച, എനിക്കെന്താ കുഴപ്പം? മൂപ്പരത് ബാധിക്കണേ ഇല്ല. ക്ലിയറായി? ഇതുപോലെ കുറേ എൻറ്റിറ്റീസ് ഉണ്ട്, ബിക്കോസ് അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല എന്നതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ രൂപേണ ജീവനില്ല നമുക്ക് തോന്നുന്ന ഈ സർവ്വതും സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനമാകുന്ന ആറ്റം, അണു, ആറ്റത്തെ എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്ത് കുറച്ച് ഇലക്ട്രോണുകളുണ്ട്. ഇവരും പറയുന്നുണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു കിബില തരണോ, നമുക്ക് വഴിയൊന്ന് തെറ്റിപ്പോവും. അപ്പോൾ വഴി തെറ്റാതിരിക്കാൻ നടുക്ക് ന്യൂക്ലിയസിനെ വെച്ചെന്നിരിക്കണം, ഓരോ ചുറ്റിലും കറങ്ങിയാൽ മതി. എത്ര കേന്ദ്രീകൃതമായിട്ടാണ് ആ കേന്ദ്രം, എല്ലാത്തിനും ആശ്രയിക്കാനുള്ള കേന്ദ്രമാകുന്ന, കിബിലയാകുന്ന ആ സ്റ്റേറ്റ് ഏതാണോ, ആ സെൻറ്റർ ഏതാണോ, ആ സെൻറ്ററാണ് അമ്മ. ആ സെൻറ്ററിൽ തന്നെ നയിക്കുന്ന, വഴി നടത്തുന്ന ആ അവസ്ഥ ഏതാണോ അതാണ് അമ്മക്കകത്തുള്ള ഗുരു. അമ്മയും ഗുരുവും വേറെ അല്ല. അതാണ് ഉമ്മു മദ്രസത്തുൻ എന്ന് പറയാറില്ലേ, അല്ലേ? ഉമ്മയാണ് ആദ്യ ഗുരു, ഉമ്മയാണ് ഗുരു, ഉമ്മ തന്നെയാണ് പ്രസ്ഥാനം എന്ന് പറയാനുള്ള സംഭവം. അപ്പോൾ എല്ലാ അമ്മ ഭാവത്തിൻ്റെ അകത്തും ആരുകൂടി കുടികൊള്ളുന്നുണ്ട്? ഒരു ഗുരുഭാവം കൂടി കുടികൊള്ളുന്നുണ്ട്. എന്താ ഗുരുഭാവത്തിൻ്റെ ഉദ്ദേശം? ഗുരുഭാവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെളിച്ചം, സ്നേഹം, വഴി നടത്തലൊക്കെ സംഭവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വഴി തെറ്റുന്നു
എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ സമയവും പ്രാർത്ഥിക്കാറ്, എല്ലാ സമയത്തും നമ്മൾ നമസ്കാരത്തിലേക്കുള്ള പ്രാർത്ഥന ഉണ്ടല്ലേ, നമ്മൾ നേരായ വഴിയിലേക്ക് ആക്കണമേ, നേരായ വഴിയിലേക്ക് ആക്കണമേ. നമ്മൾ ആലോചിക്കേ, ഒറ്റക്കൊരാൾ പഠിച്ചവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞങ്ങളെ നേർവഴിക്ക് ആക്കണമെന്ന്. നമ്മൾ ഒറ്റക്കല്ലേ, ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കണം എന്താണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലേ, ഞങ്ങളെ നേർവഴിക്ക് ആക്കണേ. ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞാൽ പോരെ, ഇന്നെ നേർക്കാക്കണേ. പക്ഷെ ഇതിപ്പോൾ ആരൊക്കെ വേറെ കൂടെ ആരും വിട്ടിക്കണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടണോ? ഞങ്ങളെ നേർവഴിക്കാക്കണേ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഒരാളല്ല, എൻ്റെ ഉള്ളിൽ ഓരോ കോശങ്ങളും നേർവഴിക്കാവണം. എൻ്റെ ചിന്ത ഇല്ല, അങ്ങനെ ഞാനൊരു പ്രസ്ഥാനമാണ്, ഞാനൊരു പ്രപഞ്ചമാണ്. അപ്പോൾ ഈ സമൂഹത്തെ മൊത്തം എന്തിലാക്കണം, നേർവഴിക്കാക്കണം. ഈ സമൂഹത്തിൻ്റെ അമ്മ ഗുരു കേന്ദ്രമാക്കിയിട്ട് എൻ്റെ ബോധത്തെ നിലനിർത്തിയിരിക്കുക, ഞാൻ എന്ന ബോധം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഹൃദയവും എൻ്റെ കോശങ്ങളൊക്കെ ഞാൻ എന്ന് നിങ്ങൾക്കൊരു ബോധമല്ലേ, ആ ബോധം എന്ന അമ്മയെ എങ്ങനെ ആശ്രയിച്ചിരിക്കുക. ഈ അമ്മയുടെ കോണത്തിനനുസരിച്ച് ഇവരുടെ അവസ്ഥ. വേട്ടവിധത്തിൽ അതിനെ നോക്കിയിട്ടില്ലെങ്കിൽ നാളെ കൈയും കാലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. അപ്പോൾ ഇവർക്കൊക്കെ ജീവൻ ഉണ്ടേക്കൂലേ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം ഞങ്ങളെ നേർവഴിയിലാക്കുന്ന പറഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ, എൻ്റെ കോശത്തിൻ്റെ, എന്നിലെ ആറ്റത്തിൻ്റെ പോലും ആഗ്രഹമാണ് എന്തിലാവുക, അമ്മ ഭാവത്തിൻ്റെ ഗുരു ഗൈഡൻസിലാവുക, ഗൈഡഡ് ആവുക എന്നുള്ളത്. ഇനി പറയും ഐ ആം ഗൈഡഡ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി വി മീൻ? എന്നിലെ മദേർലി എന്ന അവെയർനെസ്സിലെ, ഗൈഡ് എന്ന അവെയർനെസ്സിലെ അല്ലേ, ഇഹ്ദിന എന്ന് പറയുമ്പോൾ ഹാദി എന്ന് പറഞ്ഞ ഗൈഡ്, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഗൈഡൻസ് വേണം എന്ന അവെയർനെസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീപ്പായിട്ട് ആലോചിക്കണം. ചിന്തിക്കുന്നവർക്കേ എന്തുണ്ടാവുള്ളൂ, ദൃഷ്ടാന്തം ഉണ്ടാവുള്ളൂ. ചിന്തിക്കാത്തവർക്കോ എന്തുണ്ടാവില്ല, ഒരു ദൃഷ്ടാന്തം ഉണ്ടാവില്ല. അവർക്ക് എന്തുണ്ടാവുള്ളൂ, കഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളോട് അമ്മയുടെ പാഠം പറയുന്നുണ്ട്, അമ്മ എന്ന ഗുരുപാഠം പറയുന്നുണ്ട്. അത് പഠിപ്പിക്കാതെ, പ്രക്രിയയായിട്ട് പഠിപ്പിക്കാതെ തന്നെ അത് നമ്മളെ അനുഭവിപ്പിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്, നമ്മളിവിടുന്ന് ചിന്തിക്കുമ്പോഴും ചിന്തിക്കാത്തപ്പോഴും നമ്മളത് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ഉറക്കുന്ന സമയത്ത് അനുഭവിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ഈ എല്ലാം സൂര്യനിലൂടെ, ചന്ദ്രനിലൂടെ, ഈ പറഞ്ഞ ഉമ്മയിലൂടെ, ഗുരുവിലൂടെ, അറിവിലൂടെ ഒക്കെ, എൻ്റെ കോശത്തിലൂടെ ഒക്കെ അനുഭവിക്കുന്ന ഈ എല്ലാ അമ്മഭാവങ്ങളെയും കൂട്ടിച്ചേർക്കുമ്പം, ഇൻ്റഗ്രേഷൻ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ദാറ്റ് ബിക്കംസ് ദ ഓൾമൈറ്റി. ഇങ്ങനെ ഓരോ കഷ്ണത്തിലും, തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ ശരിക്കും നമ്മൾ എന്താണ് അറിയുന്നത്? ക്രിയേറ്ററിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ പറഞ്ഞത് ഉമ്മയെ നമുക്ക് പേടിയായിരിക്കും, പേടി മാത്രമാക്കുമ്പോൾ പ്രശ്നമാണ് അല്ലേ? അതിനോടൊപ്പം തന്നെ പേടിയാണെങ്കിൽ കൂടി ഉമ്മ എന്നെ ചീത്ത പറഞ്ഞോട്ടെ, ഉമ്മ എന്നെ തല്ലിക്കോട്ടെ, ഉമ്മനെ എനിക്ക് ഇഷ്ടം കൂടിയാണ്. ആ ഇഷ്ടത്തിൽ പേടിക്കുമ്പോഴാണ് അതൊരു രസമുള്ളത്, അതൊരു ഹരമുള്ള അനുഭവമായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ ആ അനുഭവം നമ്മളിലേക്ക് ദൈവികമായ ആ അനുഭവം സിദ്ധിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ അമ്മ എന്ന തലത്തിൽ, ഉമ്മ എന്ന തലത്തിലൂടെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഉമ്മയെ എന്ന അനുഭവം. അപ്പോൾ ഞാൻ ഉമ്മ എന്ന് പറയുമ്പം ജസ്റ്റ് എൻ്റെ ബയോളജിക്കൽ മദറിനപ്പുറത്തേക്ക് എനിക്ക് ആ അനുഭവം തരുന്ന എല്ലാം എൻ്റെ ഉമ്മയാണ്. ശരിയാണോ? ശരിയല്ലേ? ചില സമയത്ത് ചിലർക്ക് ചില പെറ്റ്സ് ഉണ്ടായിരിക്കും, വല്ല പൂച്ചയോ എന്തെങ്കിലുമൊക്കെ. ഈ പെറ്റ്സിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സംഭവം കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ആ പെറ്റിനാണ് ഇവർക്ക് ഹീലിംഗ് ആയിട്ട് മാറുന്നത്. മദർ ഈസ് ദ ഹീലർ അല്ലേ? ചിലപ്പം ഉമ്മ ചിലപ്പോൾ ഒന്ന് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന കുറേ രോഗങ്ങളുണ്ട്. ചില പാരൻസ് അങ്ങനെ രോഗം മാറ്റാറുമുണ്ട്. അതിനർത്ഥം ആരെയും ഡോക്ടറെ കാണിക്കരുതെന്നല്ല കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയിൽ ഹീലറുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്നിലും നമ്മൾ അനുഭവിക്കുന്ന അമ്മ എല്ലാത്തിനും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടാസ്ക് ഉണ്ട്. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളിലെ കുഞ്ഞുണരണമെങ്കിൽ ഒരു ഉമ്മനെ പറ്റി ആലോചിച്ചാൽ പോരെ. ഇപ്പം എക്സാമ്പിൾ, ഡോക്ടർ ഇങ്ങനെ വീട്ടിലേക്കാ. ഡോക്ടറിൻ്റെ മക്കളെ കണ്ടപ്പോൾ ഡോക്ടർ ആരാവും? ഉമ്മയാവും. ഉമ്മനാവൂലേ? നമ്മൾ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേറെ രൂപം കിട്ടരുത്. ഓക്കെ. മക്കളെ കാണുമ്പോൾ ഡോക്ടറിൻ്റെ ഉമ്മ പുറത്ത് വരും. അപ്പോൾ ഡോക്ടർ ഉമ്മയാകും. അവിടുന്ന് നിന്ന് ജസ്റ്റ് നീങ്ങിയിട്ട് ഡോക്ടർ പോയിട്ട് ഹസ്ബൻഡിനെ കാണുമ്പോൾ ആരായി? അടുത്ത ഭാര്യയായി അല്ലേ?
ആ സമയത്ത് പെട്ടെന്ന് ഡോക്ടറുടെ ഫ്രണ്ട്സ് എന്തോ വീട്ടിലേക്ക് ആയിരുന്നപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ വേറെ ആളായി, ആരായി? ഫ്രണ്ടായി. അപ്പോൾ നമുക്കുള്ളിൽ ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? റോളുകൾ മാറുന്നുണ്ടോ? നമ്മൾ അറിയാണ്ട് പല റോളുകൾ എടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിലെ ആ ട്രൂ എസെൻസ് പുറത്തെടുക്കാൻ, ആ ഡിവൈൻ അവെയർനെസ്, ആ നിങ്ങൾ സംഗീതാവാന്ന് പറഞ്ഞില്ലേ, അത് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളിലെ കുഞ്ഞ് പുറത്തു വരണം. ആ കുഞ്ഞിനാണ് അമ്മയുടെ സംഗീതം അറിയുക, റൈറ്റ്? അപ്പം നിങ്ങൾ പ്രാർത്ഥനയിലേക്ക്, നിസ്കാരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അമ്മയെ അനുഭവിച്ച കുഞ്ഞിൻ്റെ ഭാവത്തോടു കൂടി കയറിയാൽ അമ്മയിലൂടെ അനുഭവിച്ച തമ്പുരാനെ അനുഭവിക്കാൻ പറ്റുമോ? കുറേ ആൾക്കാർ അറിയാം എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. കാരണം എന്താ? കയറുന്നത് തന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചോദിക്കാണ്ട്, ആ ചോദിക്കണേൽ എൻ്റെ എക്സാമിൻ്റെ ചോദിക്കാളെ. അപ്പോൾ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കയറി, ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ എക്സാം പാസ്സാക്കണേ ചോദിക്കാൻ. പോയിന്റ് മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. ഷിഫ്റ്റ് ദാറ്റ് അവെയർനെസ്. ആ അവെയർനെസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അമ്മയെ അനുഭവിച്ച ഒരു അനുഭവം ഉള്ളിലെടുക്കുമ്പോൾ നമുക്കുള്ളിൽ ആര് വരും? കുഞ്ഞ് വരും. അപ്പോൾ എൻ്റെ ഉള്ളിലെ പ്യുവറായിട്ടുള്ള ഡിവൈൻ എക്സ്പീരിയൻസ് അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചത് പ്യുവർ ലവാണ്. എന്നെ ടേക്ക് അതിൽ നിഷ്കളങ്കതയില്ല, ബാക്കിയുള്ളതൊക്കെ മാനിപ്പുലേഷൻ വന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാവം നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പം യു സ്റ്റാർട്ട് വിറ്റ്നസ്സിങ് ദാറ്റ് ഗോഡ്ലി വൈബ്രേഷൻ, ദാറ്റ് കമ്പാഷൻ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ കാറ്റ് വന്ന് നമ്മളെ ഇങ്ങനെ തഴുകുന്ന സമയത്ത് നമ്മളിലെ കുഞ്ഞു ഭാവം ഉണ്ടായിരുന്നെങ്കിൽ ആ കാറ്റിൽ നമ്മൾ ആരെയാ വിറ്റ്നസ് ചെയ്യുന്നത്? ഉമ്മയെ. മീൻസ് ആ കെയർ, ഞാൻ നർച്ചർ. അപ്പം നമ്മളറിയാണത് തമ്പുരാൻ എന്നെ കാറ്റിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? വന്നിട്ട് ഇങ്ങനെ ഒന്ന് തലോടിയിരിക്കുന്നു എന്നാൽ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഭാവം ഇല്ലാണ്ട് അമ്മയുടെ ഭാവം, അമ്മ എന്ന ഭാവം അനുഭവിക്കാണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പെട്ടെന്ന് പോയെന്ന് പഠിച്ചോനെ മഴ വരാൻ കണ്ടൊരു നേരം എന്ന് പറഞ്ഞ് ഓടും. എന്നാൽ അതേ സമയത്ത് അമ്മയെ അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ വാവ്, പക്ഷെ റൈറ്റ് സമയത്തൊക്കെ റഹ്മത്താകുന്ന, കാരുണ്യമാകുന്ന മഴ എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അമ്മ തരുന്നത് പോലെ, ഗാർഡിയൻ തരുന്നത് പോലെ നമ്മളങ്ങ് സ്വീകരിക്കുകയാണ്. വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ റിസപ്റ്റിവിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാണ്? എൻ്റെ ഉള്ളിലെ കുഞ്ഞ് അമ്മയെ അനുഭവിച്ച നിമിഷങ്ങളെ പറ്റി ഓർക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ടോക്കിലും ആനിവേഴ്സറിയിലും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ലവ് എന്ന സ്റ്റേറ്റ്, ദ പീക്ക് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, അതിലേക്ക് നമുക്കെത്താൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ മദേർലി എക്സ്പീരിയൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഗുരു അനുഭവം ഒന്നാണ്, ഗുരു പാഠം വേറെയാണ്, ഗുരുബോധം വേറെയാണ്. ഗുരു അനുഭവത്തിൽ അമ്മ ഭാവം നിറഞ്ഞാൽ മാത്രമേ ഗുരു പാഠം എന്നത് ഗുരു ജ്ഞാനമായിട്ട് മാറുള്ളൂ. ഗുരുഭാവം അനുഭവത്തിലേക്ക് സിദ്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരു അനുഭവമാവും. അനുഭവം ഗുരുവല്ല, ഗുരു അനുഭവമായിട്ട് മാറും. രണ്ട് രീതിയിലാണ് ഗുരുവിനെ ആൾക്കാർ സമീപിക്കാറുള്ളത്. ഒന്ന് ഗുരു പാഠമെടുക്കാൻ, മറ്റൊന്ന് ഗുരുഭാവം എടുക്കാൻ. ഗുരുഭാവം എന്നത് ഈ പറഞ്ഞ നമ്മളിലെ കുഞ്ഞുഭാവവും ഗുരുവിലെ അമ്മ ഭാവം തമ്മിൽ ചേരുമ്പോഴാണ് ഉമ്മി എന്ന് പറഞ്ഞ ഇക്വേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് ഗുരു അനുഭവം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. മറ്റേത് എത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ഗുരു പാഠം മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ്സ് ദ ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മളിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മഴ കാണുമ്പോഴും കാറ്റ് വരുമ്പോഴും ഒക്കെ തന്നെ നിങ്ങൾ അതിലൊരു മദേർലി ഗൈഡൻസ്, ദ നർച്ചറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ മഴ ശരിക്കും എങ്ങനെയാണ് വന്നത്. ഈ മഴ ഇവിടെ ഒരു അമ്മയെപ്പോലെ, ഒരു അമ്മയുടെ സ്നേഹം പോലെ എത്രയോ വിത്തുകളെ മുളപ്പിക്കാനായിട്ട് ആ മണ്ണിലൂടെ വിത്തിലേക്ക് എന്തോ കൈമാറ്റം ചെയ്യാൻ തമ്പുരാൻ അയച്ചിരിക്കുന്ന മെസ്സഞ്ചേഴ്സാണ് അല്ലേ. മണ്ണിനറിയില്ല എപ്പോഴാണ് ഈ വിത്ത് മുളയ്ക്കാൻ പോണത്, എന്തോ സംഭവിക്കാനുണ്ട്. ഏതോ മഴ വന്നു പുലുകി, ആ മഴ വന്നിട്ട് മണ്ണിനെ തലോടി, ആ തലോടൽ നിന്നും മണ്ണിലൂടെ എന്തോ ഒന്ന് വിത്തിലേക്ക് പ്രവഹിച്ചു. ഈ ഒരു ഇക്വേഷൻ ഫില്ല് ചെയ്യാനുള്ള ഘടകമായിട്ടായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ കണ്ടത്? മഴയിൽ എൻ്റെ ഉമ്മയെ, എൻ്റെ ഗാർഡിയനെ ഞാൻ കണ്ടു. ഞാൻ എന്താ സൂര്യനിൽ കണ്ടത്? എൻ്റെ ഉമ്മയെ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുള്ളിൽ അലയൊലി കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമായിരിക്കും. ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന. ഓക്കെ, ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മെയിൻ ജംഗ്ഷനാണ് ട്രാൻസ്ഫോമറും മെയിൻ സ്വിച്ചും എന്നറിയില്ല നമ്മൾ. ആ കറക്റ്റ് ജംഗ്ഷനാണ് ഉമ്മയൊന്ന് ഓർക്കാന്നുള്ളത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ആരെങ്കിലും ദൈവത്തിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഉമ്മയുടെ തൃപ്തി, ഉമ്മ എന്ന ഭാവത്തിൽ അവർ തൃപ്തി അടയട്ടെ. അപ്പം നമുക്ക് എന്താ വന്നുകൊണ്ടിരിക്കുക? ഈ ഭാവം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ എൻ്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുന്ന തന്നെ ഈ മഴയും ഈ കാറ്റും ഈ വെളിച്ചവും ഒക്കെ ഈ മക്കളും ഈ ചുറ്റിലിരിക്കുന്നവരും അല്ലെ ഈ ജ്ഞാനം ഒക്കെ തന്നെ എന്നെ ഇങ്ങനെ തളിർക്കാനായിട്ട് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം നമ്മളെല്ലാത്തിലും എന്ത് കണ്ടുകൊണ്ടിരിക്കുക? ഉമ്മ. അപ്പോൾ അത് മനസ്സിലാക്കാൻ, ഇങ്ങനെയാണ് ഉമ്മ ഭാവം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ജീവിതത്തിലൊരു ഉമ്മ വേണ്ടേ? അപ്പോൾ ഇതിലൊക്കെ ഉമ്മയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉമ്മയെ പഠിപ്പിക്കാമെന്ന ഉമ്മയാണ് ആര്? എൻ്റെ സ്വന്തം പൊന്നുമ്മ. മനസ്സിലായോ? ഉമ്മയെ അറിയിക്കാൻ. ഇപ്പോൾ ഗുരു പറയുന്നു നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പം എല്ലാവരെക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞ ഏറ്റവും ഔന്നിത്യത്തിലുള്ള സ്നേഹം ഏതാണെന്ന് എനിക്ക് അറിയണം. കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? അതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഉമ്മ ഉണ്ടായിട്ടുള്ളതെന്നുള്ള. അപ്പം നിങ്ങൾക്കുള്ളിലെ ഉമ്മ അങ്ങനെ അറിയിക്കുന്നവരാകുന്നുണ്ടോയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളമ്മ അങ്ങനെ ആയിനോന്നല്ല, നമ്മളിലെ ഉമ്മ അങ്ങനെ ആകുന്നുണ്ടോ, അങ്ങനെ ആവാൻ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ ഇതൊരു അഫർമേഷൻ പോലെ ഈ കാണുന്നതിലെല്ലാത്തിലും ഐ വിറ്റ്നസ് ദ മദർ, ദ മദേർലി, ദ മദർഹുഡ് ഇൻ ദാറ്റ്. അതിൻ്റെ അകത്തുള്ള നർച്ചറൻസിനെയും ഗൈഡൻസിനെയും ഞാൻ കാണുമെന്ന് പറയുമ്പം നാച്ചുറലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കും. നാച്ചുറലി നമ്മൾ എല്ലാത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് വേറെ പഠിക്കാൻ വേണ്ട, അതിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ നാച്ചുറൽ ഡിവൈൻ സൈറ്റിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇതിലെല്ലാത്തിനുമുള്ള ഉമ്മയെ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ട് ഈ എല്ലാ ഉമ്മഭാവത്തെയും ചേർത്തിരുത്തുമ്പോൾ നമ്മൾ എന്താ അറിയും? ദ അൾട്ടിമേറ്റ് ഗാർഡിയൻ, ദാറ്റ് ഈസ് ദ റബ്ബുൽ ആലമീൻ. ഇതൊക്കെ ഈ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ കാണാൻ ഈ പരിപാലിക്കുന്ന സർവ്വതിനെയും ഞാൻ ആദ്യം കാണണ്ടേ? നമ്മൾ പറയാണ് സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ. ആദ്യം പരിപാലിക്കുന്ന സർവ്വതിനെയും നിങ്ങൾ കണ്ടോ? സർവ്വതിനെയും കണ്ടതുകൊണ്ടായില്ല, സർവ്വതിനുള്ള പരിപാലനം കാണണം. ആ പരിപാലനമാണ് ഉമ്മ. മനസ്സിലായോ? പരിലാളനയും പരിഭാവനവും എന്ന ഭാവമാണ് ഉമ്മ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ കണ്ടു. മഴയിൽ കണ്ടു പരിപാലകനെ, അല്ലേ? സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരിപാലിക്കുന്നുണ്ട്. അവിടെയാണ് ഉമ്മ ഉണ്ടാകേണ്ടത്. വെറുതെ ഇങ്ങനെ പറയല്ലേ മക്കളുടെ അങ്ങനെയല്ല. ആ മക്കളെ ജസ്റ്റ് സൃഷ്ടിക്കാത്ത മാത്രമല്ല, അവരെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ സർവ്വതിലും പരിപാലനം കണ്ടതിന് ശേഷം മാത്രമേ സർവ്വതിനെയും നമ്മൾ ചേർത്ത് വെച്ചാൽ സർവ്വതും പരിപാലിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സർവ്വതും പരിപാലിക്കുന്നവനെ അറിയുന്നതിന് തൊട്ട് മുന്നേ സർവ്വതിലെയും പരിപാലനത്തെ അറിയാൻ ശ്രമിക്കണം. മനസ്സിലായോ? നിങ്ങളോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ പരിപാലനത്തിലാണോ? നിങ്ങളുടെ ഹാർട്ട് പരിപാലിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളാണോ നോക്കണത്? അല്ല. അപ്പോൾ ഏതൊരു ഉമ്മ നോക്കില്ല, അത് ഒരു കുട്ടിയെ നോക്കും പോലെ. അവിടെ ഒരു ഉമ്മ ഉണ്ടോ? യെസ്. നിങ്ങളുടെ ശ്വാസം പരിപാലിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളാണോ പരിപാലിക്കണമല്ല, ഏതോ ഒരു ഉമ്മ പരിപാലിക്കണ്ടേ? അങ്ങനെ എന്തെല്ലാം പരിപാലനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഉമ്മ എന്ന പരിപാലന അവസ്ഥ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടിപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ശ്വാസം പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പരിപാലിക്കുക എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനൊരു ഉമ്മയുടെ അനുഭവം അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന പരിപാലിക്കുക, ഉമ്മ എങ്ങനെ നോക്കിയതുപോലെ ആ മോഡൽ വേണ്ടേ? ആ മോഡലായിരുന്നു, ആ ലാംഗ്വേജ് ആയിരുന്നു. പരിപാലനം എന്നത് അറിയാനുള്ള ലാംഗ്വേജ് ആണ് മദർ. ക്ലിയർ? എക്സാക്ട്ലി. അപ്പോൾ ഇതിലെല്ലാത്തിലും ഞാൻ പരിപാലനം കണ്ടെങ്കിൽ ഇനി നിങ്ങൾ പരിപാലകനെ കാണാൻ സമയമായി. അപ്പോഴാണ് ആദ്യം ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ. ജസ്റ്റ് ഫീൽ ആൻഡ് വിറ്റ്നസ്. എല്ലാത്തിലും ഉമ്മനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് നമ്മുടെ ഉള്ളിൽ വരൂലേ? നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കും നമ്മൾ? ഇല്ല. എന്താ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തോ ഒരു സാധനം വരൂലേ? ഇപ്പോൾ ഉപ്പമയെ പറ്റി എഴുതാൻ ഇപ്പോൾ എന്തൊക്കെ വന്നില്ല നിങ്ങളുടെ ഉള്ളിൽ, അതുപോലെ എന്തെങ്കിലും വരൂലേ? അപ്പം നിങ്ങൾ ഭാവഗായകനായോ? നാച്ചുറലി നിങ്ങളത് ഫീൽ ചെയ്തോ? ആത്മസൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ചപ്പം നമുക്കുള്ളിൽ പാടാതിരിക്കാൻ പറ്റുന്നില്ല. ഭാവം ഉണർന്നു. ഞാൻ പറയും ഭാവത്തിലാണ് ദൈവികത. മനസ്സിലായോ? ഡൺ. ഇത് വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ജംഗ്ഷനിലൂടെ അടുത്ത മെയിൻ കോർ സ്പേസിലേക്ക് പോവാണ്. ഇതിലൂടെയൊക്കെ ആ ഉമ്മ എന്ന ഭാവം കണ്ടു. ഇതൊക്കെ ചേർത്ത് വെച്ചാൽ എന്താ ഞാൻ അറിഞ്ഞത്? റബ്ബുൽ ആലമീനെ അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തിലേക്കാണ് പോയി? ഇതൊക്കെ കണ്ടു ഉമ്മ എത്തുന്ന അനുഭവം അനുഭവിച്ചിട്ട് അതിലെ ഗുരു എത്തുന്ന ഭാവം എടുത്തതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോവുക? വി മൂവ് ടു ദ അൾട്ടിമേറ്റ് സീക്രട്ട്, ലൈക്ക് അൾട്ടിമേറ്റ് ട്രൂത്ത്. എന്താണ് ആ ട്രൂത്ത്? റബ്ബനായ, റബ്ബ് അല്ലേ? നർച്ചർ ചെയ്യുന്നവനാണ്. റബ്ബന
റബ്ബന യാ റബ്ബന റബ്ബന യാ റബ്ബന റബ്ബന റബ്ബൽ ആലമീൻ. അപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ റബ്ബുൽ ആലമീൻ എന്നുള്ളത് ആ ഇക്വേഷൻ കറക്റ്റാണ്. ഓക്കെ, ഈ വേദത്തിനൊരു ഉമ്മയുണ്ട് പറയുന്നുണ്ട് അല്ലേ, ഖുർആാനൊരു ഉമ്മയില്ലേ? ആരാ ഖുർആൻ്റെ ഉമ്മ? ഉമ്മുൽ ഖുർആൻ അല്ലേ? ഖുർആനിൻ്റെ ഉമ്മയാണ് ഫാത്തിഹ അല്ലേ? പ്രാരംഭമായിട്ട് നമ്മൾ ആദ്യത്തെ ആ വേഴ്സ് എന്ന് പറഞ്ഞത്, ആ ഫസ്റ്റത്തെ 7 വേഴ്സ് അത് പ്രാർത്ഥനയാണ് അല്ലേ, ഉമ്മയാണ്. ആ പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ആ പ്രാർത്ഥന 7 വരികളാണ്, 7 വേഴ്സുകളാണ്. അതിൽ ആദ്യത്തെ 5ഓളം വരികൾ എന്താണ്? പ്രാർത്ഥനയല്ല, പ്രകീർത്തനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ പ്രാർത്ഥന ഉണ്ടോ? പ്രകീർത്തിക്കാണ്. സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു സർവ്വ സ്തുതിയും. അപ്പം എത്രയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടടുത്ത് എത്തണം. എത്ര മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റാവണം. സെറ്റാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹംദിനെ എല്ലായിടത്തും വിറ്റ്നസ് ചെയ്യണം അല്ലേ? അവൻ റഹ്മാനും റഹീബുമാകുന്നു, പരമകാരുണികരും കരുണാവാരിധിയുമാകുന്നു അല്ലേ? അവൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയാകുന്നു. ഇങ്ങനെ അവനെ പ്രകീർത്തിക്കുകയാണ് അല്ലേ? നിന്നോട് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അങ്ങനെ വന്നിട്ടാണ് അതിലൂടെ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണത്? നേരായ വഴിയിലേക്ക് ആക്കടേ എന്ന രീതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണത്. അപ്പം അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ആ കണക്ഷൻ ബിൽഡ് ചെയ്യായിരുന്നു. ആ കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ഭൂമിയിലുള്ള ഏറ്റവും നല്ല വഴിയാണ് മദർ. മദർ ഇസ് ദ മെറ്റഫർ ഓഫ് ദ ഡിവൈൻ കണക്ഷൻ. യു ഗെറ്റ് ദാറ്റ് കണക്ഷൻ ഫ്രം ദർ. ആ റൂട്ടിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അത് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ദാറ്റ്സ് ദ എക്സ്പീരിയൻസ് ഓഫ് മദർഹുഡ്. ദാറ്റ്സ് എ സീക്രട്ട് ഓഫ് മദർഹുഡ്. അപ്പോൾ ഉമ്മയെ അറിഞ്ഞതിന് ശേഷം, ഉമ്മയെ അറിഞ്ഞതിലൂടെ, ഉമ്മ എന്ന ഭാവം അറിഞ്ഞതിലൂടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നല്ല ഉമ്മയാവാൻ നോക്കി കഷ്ടപ്പെടും തോറും നിങ്ങളെ മക്കൾ വഷളാവും. നിങ്ങൾ എന്തിനാണ് ശ്രമിക്കേണ്ടത്? ഉമ്മ എന്ന നല്ല ഭാവം അവർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കാം. നമ്മൾ സ്വഭാവം ഉണ്ടാക്കാനാണ് നോക്കണേ. അങ്ങനെ തന്നെയല്ലേ? നല്ല സ്വഭാവം എത്തുന്നതല്ലേ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്? സ്വഭാവം മാറ്റിയിട്ട് ദൈവഭാവം എന്നതുണ്ടാക്കാൻ നമ്മൾ നോക്കുക. അത് നമ്മളിൽ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ അനുഭവിപ്പിക്കുക. അപ്പോൾ നേരെ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടി? സംഗീതം കിട്ടി, കണക്ഷൻ കിട്ടി. പിന്നെ അവരെന്ത് ചെയ്യും? കണ്ടുപിടിച്ചോളും. ബിക്കോസ് ദേ ഹാവ് ദാറ്റ് ലാംഗ്വേജ്. ആ ലാംഗ്വേജ് ഉണ്ടാക്കണം, മദർലി ലാംഗ്വേജ്. അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. സോ ദാറ്റ്സ് ദ മെസ്സേജ് ഫോർ ദ മദേഴ്സ് ഡേ. അപ്പോൾ ഉമ്മയിൽ നിന്നും ആ ജംഗ്ഷനിലൂടെ നമ്മളെല്ലാം കണക്ട് ചെയ്ത് കൺക്ലൂഡിങ് ദ അൾട്ടിമേറ്റ് ഗാർഡിയൻ, ദ അൾട്ടിമേറ്റ് മദർഹുഡ്, ഇറ്റ് ഈസ് ഫ്രം ദ ഡിവൈൻ, ദ ഓൾമൈറ്റി അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഭൂമിയിൽ ഞാൻ അനുഭവിച്ച മാതാ എന്ന് പറയുന്ന മാതാവിൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവികതയിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് അതേപോലെ തന്നെ സർവ്വചരാചരങ്ങൾക്കും ഒരു യൂണിവേഴ്സൽ മദർ വേണമെങ്കിൽ, സർവ്വചരാചരങ്ങൾക്കും ഒരു യൂണിവേഴ്സൽ മദർ കണക്ഷൻ കൊടുക്കണമെങ്കിൽ, അത് മനുഷ്യർക്ക് മാത്രമല്ല സർവ്വചരാചരങ്ങൾക്കും വേണമെങ്കിൽ അവിടെ ഒരു യൂണിവേഴ്സൽ മദർ വേണം. ആ യൂണിവേഴ്സൽ മദർ ആകുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ. സർവ്വതിനും കാരുണ്യമായിട്ട് ദൈവം ഒരു ഗുരുവിനെ, ഒരു വെളിച്ചത്തെ ഭൂമിയിലേക്ക്, ദ അൾട്ടിമേറ്റ് മദർ, എല്ലാ അമ്മമാരുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു. അപ്പോൾ ആ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിങ്ങൾ എന്താണ് വാട്ട് ഈസ് ലോഡ്, വാട്ട് ഈസ് ഓൾമൈറ്റി എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ളിൽ അമ്മ മാത്രം ഉണ്ടായാൽ പോരാ, ഗുരു കൂടി ഉണ്ടാകണം. നമ്മളതിൻ്റെ ഫ്രാക്ഷനാണ്, ഓരോ കഷ്ണങ്ങളാണ്. നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ ആ യൂണിവേഴ്സൽ മദർ, യൂണിവേഴ്സൽ ഗൈഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗുരു ഉണ്ടാക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ എല്ലാം ചെന്ന് ചേരുന്ന സ്രോതസ്സാകുന്ന ദൈവം എന്ന കേന്ദ്രത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി കൺക്ലൂഡ് വിത്ത് റബ്ബനായ. 2 വരിയേ ഉള്ളൂ, പക്ഷെ എന്താ ഇടത്തുന്നറിയോ? ഏതായാലും കൺക്ലൂഡ് ചെയ്യല്ലേ, ബോധം മാത്രം വേണ്ട, ഭാവം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിലൊരു മദർലി ഫീലിംഗ്. യുവർ ഓൾമൈറ്റി ഇസ് ലൈക്ക് എ മദർ ഫോർ യു. യു ആർ ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ്. നിങ്ങളുടെ അമ്മയുടെ ഗർഭാശയത്തിൻ്റെ അകത്ത് അവൻ എങ്ങനെയാണ് നിങ്ങൾ അമ്മയിലൂടെ നോക്കിയത്? ആ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ആ ബൾബിലൂടെ വെളിച്ചം ഇങ്ങനെ തെറ്റുകൊണ്ടിരുന്നത്? നമ്മൾ ബൾബ് നോക്കിയിട്ട് ബൾബ് താങ്ക് യു സോ മച്ച് ഇട്ടോ, ഈ വെളിച്ചം തന്നിട്ട് ഞാൻ എന്തായിരുന്നു പറയുമ്പം അമ്മ തന്നെയാണത്. പക്ഷേ അതിലേക്ക് വെളിച്ചമായി മാറാൻ വേണ്ടി ഒഴുകിയൊരു വൈദ്യുതി ഉണ്ട്. അത് കാണാനേ പറ്റൂല. അത് കാണുമ്പോഴാണ് നമ്മളെ കണ്ണ് തുറക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പറഞ്ഞത്. നീ ബൾബ് കാണേ, ബൾബിലേക്കുള്ള കണ്ണൊന്ന് അടച്ചേക്ക്. കാരണം ബൾബിനെ കണ്ടുകൊണ്ടിരുന്ന ബൾബാണ് ഇതെന്ന് നീ ചിന്തിച്ചു പോവും.
അപ്പോൾ ബൾബ് തന്നെയാണ്, പ്രകാശമാണ്, പക്ഷെ എത്ര നല്ല പ്രകാശം അത് തരുന്നത്, അതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയാണ് എന്നതിലേക്കൊരു തിരിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫീൽ ചെയ്യുക. കാണാൻ പറ്റാത്ത അല്ലേ, എന്നാൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് ഓഫ് ലവ്, ദ മദർലി ലവ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ എന്തൊക്കെ മാതൃഭാവങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഉണർത്തി വെച്ചിട്ട് റബ്ബന എന്ന് പറയുമ്പം ഒരു ഉമ്മനെ വിളിക്കുന്ന ഫീൽ ഉണ്ടാവണം നമുക്ക്. ഞാൻ റൂമിനേറ്റിൽ ഇത് പറയാറുണ്ട്. ഉമ്മന എന്ന് പറയില്ലേ, ഉമ്മ എന്ന് പറയില്ലേ, നമ്മൾ അമ്മേ അമ്മേ എന്ന് വിളിച്ചു പോലെ എന്ത് വരുമ്പോഴും അറിയാണ്ടങ്ങ് വന്നു പോലെ ആ ഒരു മദറിനോടുള്ള കണക്ഷൻ കൊണ്ടല്ല അത് വന്നുകൊണ്ടിരിക്കണേ. അതുപോലെ അല്ലാണ്ട് 2 വിളിയുണ്ട്. ഒന്ന് ഉമ്മ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്, അതൊരു പേടിച്ചുള്ളൊരു വിളിയാണ്. മറ്റൊന്നുണ്ട് ഉമ്മ എന്നുള്ളൊരു വിളിയുണ്ട്. ഫീൽ ദാറ്റ് ലവ് ഓഫ് എ ചൈൽഡ്. രണ്ടും ഓക്കെയാണ്. അപ്പോൾ അത് ഫീൽ ചെയ്തിട്ട് ആസ് യു അലൈൻ ദാറ്റ് വുഡ് ബി നൈസ്. ഒന്ന് 2 പരിപാടി അലൈൻ ചെയ്താലോ, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നൈസ്. അപ്പം ആ ഭാവം കൂടി അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. സോ ഫീൽ ദാറ്റ്. ജസ്റ്റ് കണ്ണടിച്ചിട്ട് നിങ്ങളങ്ങ് പാടിക്കും. നൈസ്. പിന്നെ കണ്ണടിച്ച് പാടുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഭാവം ഇങ്ങോട്ട് എടുക്കാൻ നോക്കണ്ട. മനസ്സിലായല്ലേ? ഇത് അപശ്രുതിയിലാണല്ലോ, ഇത് അങ്ങനെ വേണ്ട. ഐ മീൻ നിങ്ങളെ കേൾക്കാം, നിങ്ങളെ അറിയാം, ചുറ്റിലും എന്തും ആര് പാടട്ടെ, എന്താവട്ടെ, എന്തായിക്കോട്ടെ, ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ്. ഫീൽ യുവർ സെൽഫ് എന്നുള്ളതാണ്. റെഡി? ഒന്ന് കണ്ണടിച്ചോളൂ, 2 മിനിറ്റ് വേണം നമുക്ക്. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫീൽ ദാറ്റ് ലവ് ഓഫ് യുവർ മദർ. ദ മദർലി ലവ് നിങ്ങൾക്ക് എവിടെയൊക്കെ വന്നിക്കണം, നിങ്ങൾക്ക് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ടോ, എവിടുന്നൊക്കെ ആ കെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ ലവ് കിട്ടിയിട്ടുണ്ട്, ആ നർച്ചറൻസ് കിട്ടിയിട്ടുണ്ട്, അതിനൊക്കെ അങ്ങ് ആവാഹിച്ചെടുക്കുക ഈ മൊമെൻറ്റിലേക്ക്. അതൊക്കെ അനുഭവിച്ച ശിശുവാണ് നിങ്ങൾ എന്ന ഭാവത്തിലേക്ക് വരാം. ബി ഇൻ ദാറ്റ്. ആ ഭാവത്തിൽ വന്നിട്ട് കോൾ അപ്പോൺ യുവർ ലോഡ്, ഹി വിൽ റെസ്പോണ്ട്. ദോനിയാസ്തജിബിലക്കും, ദാറ്റ് മീൻസ് കോൾ ഇൻ സച്ച് എ സ്റ്റേറ്റ് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടി വിളിച്ചാൽ ഉമ്മക്കോടി വരാതിരിക്കാൻ പറ്റൂല. സോ കുട്ടിയായി തന്നെ മറ്റെല്ലാം മാറ്റിയിട്ട് ആ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ഫീൽ, ആ ലൈൻസ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ദ നർച്ചറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. യു ആർ ഇൻ നർച്ചറൻസ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഗൈഡൻസിലാണ്. നിങ്ങളുടെ ശ്വാസം ആ റബ്ബ് എന്ന് പറയുന്ന നർച്ചററെ അറിയുന്നുണ്ട്, പരിപാലകനെ അറിയുന്നുണ്ട്. യെസ്. സോ ഫ്രം മദർലി ഫീൽ ടു ദ ഡിവൈൻ ഫീൽ. സോ ലെറ്റ്സ് ബിഗിൻ. ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന ഉമ്മനായ ഉമ്മന റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ റബ്ബൽ ആലമീൻ. നൈസ്. സി, ഒന്ന് പോസ് ചെയ്തൊരു കാര്യം കൂടി കൺക്ലൂഡ് ചെയ്ത് തരാം. ഇതൊന്ന് റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചില മൂവി സോങ്സ് കേൾക്കും, ആ വരീൻ്റെ അർത്ഥം പോലെ എന്താ അറിയില്ല, പക്ഷെ നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കും, ഒരു ഇഷ്ടത്തിലായ സമയമാണ്, വിഷ്വൽസ് നോക്കും, അടിപൊളി കൊള്ളാം, ബീറ്റ്സ് നോക്കും കൊള്ളാം, എന്നിട്ട് അത് എത്രയും പാടും. പാടുമ്പോൾ ഭയങ്കര വൈബിലായിരിക്കും, ഹൃദയത്തിൽ തട്ടിയെന്നൊക്കെ തോന്നും, പക്ഷെ ഒരു ബന്ധമില്ലാത്ത സാധനം. എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, തുജ്മേ റബ് ദിഖ്താ ഹേ യാരാ മേ ക്യാ കറൂ. ഇത് പറയുമ്പോൾ ഷാറുഖ് ഖാൻ വരും, അനുഷ്ക വരും, ഒക്കെ വരും. ആ വരിയിൽ നമ്മൾ ധ്യാനിച്ചിട്ടല്ലേ, എന്നിട്ട് നല്ല രസമുണ്ടല്ലേ ആ പാട്ടെന്ന് പറയും. എന്നാ സെയിം സംഭവം തുജ്മേ റബ്ബ് ദിഖ്താ ഹേ, എൻ്റെ ഉമ്മയിലൂടെ ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നു, മീൻസ് എൻ്റെ റബ്ബിനെ അറിയുന്നു എന്നൊരു ഫീലിംഗ് അവിടെ കൊടുത്തു നോക്കിയ സംഭവം മാറിയോ? കുറച്ചുകൂടി ആഴത്തിൽ പോവും. അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഭാവത്തിലേക്ക് ലയനത്തിലേക്ക് വരുന്നിടത്ത് ഇത് പെടോ, ഇതെന്തത് ഇങ്ങനൊരു സാധനം വരുന്നത്, ഞാൻ പറയും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ക്യാൻസർ ഉണ്ട്. ദാറ്റ് മീൻസ് സ്നേഹം അകത്തേക്ക് കയറാത്ത ക്യാൻസർ ഉണ്ട്. സ്നേഹം നമ്മൾ പരിസരം മറക്കുന്നതാണ്. ഒരു കുട്ടി നോക്കോ, എൻ്റെ ഉമ്മനെ വിളിക്കുമ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്നിട്ട് ഉമ്മ അങ്ങനെ ആയിരിക്കുമോ? എൻ്റെ ഉമ്മയെ എനിക്ക് എവിടുന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളിലെ കുട്ടിത്തെ എവിടെ പോയി, നിങ്ങളിലെ ശിശു എന്ന സ്വാതന്ത്ര്യം എവിടെ പോയി? ആരോ അത് കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ജസ്റ്റ് ഇത്രയും വലിയ കടുകട്ടി സാധനങ്ങളും പിള്ളയും കള്ളയും തള്ളയൊക്കെ പറഞ്ഞ് പോയാൽ മതി. അതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടായിരിക്കാം എനിക്കിത് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ പറ്റാത്തത്? ബിക്കോസ് ആ ഭാവത്തിലേക്ക് അത് നമ്മൾ എത്തിച്ചേരും, താനേ എത്തിച്ചേരും. ബിക്കോസ് വൺസ് യു ആക്സസ് ദാറ്റ് സ്റ്റേറ്റ്, നിങ്ങൾ പരിസരത്തെ പറ്റി ഓർക്കൂല എന്നാണ്. അപ്പോൾ പരിസരത്തെ പറ്റി ഓർക്കാതെ അങ്ങനെയല്ലേ
നിങ്ങൾ നമസ്കാരത്തിൽ ഈ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പരിസരത്തെ പറ്റി ഓർക്കോ? അടുപ്പത്തെ പാലിനെ പറ്റി ഓർക്കോ? നമ്മൾ മറന്നു വെച്ച കീനെ പറ്റി ആലോചിക്കോ? ഒന്നും ആലോചിക്കില്ല. നമ്മൾ പരിസരം മറന്നോ? നിങ്ങളെ കാലിൻ്റെ മുകളിൽ അമ്പ് കയറിക്കണം, അത് നിങ്ങൾ അറിയോ? വലിച്ച് ഉരിയാൽ അറിയൂല. നമുക്ക് പരിസരം മറക്കുന്ന അനുഭവങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ നാച്ചുറലി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഡ്രഗ് അടിച്ചിട്ടുണ്ടാക്കാം. ഏതോടൊപ്പം തീരുമാനിച്ചു. അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുണ്ടാക്കാം, ബോറടിക്കുന്നത്, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പരിസരം പറഞ്ഞ് ഏതോ ലോകത്തിങ്ങനെ ഇരുന്ന് എവിടോ ആയിരുന്നു. ഒന്നെങ്കിൽ യു ക്യാൻ ബി ഇൻ ദാറ്റ്, അല്ലെങ്കിൽ നാച്ചുറലി പ്യുവർലി ഡിവൈൻ അവയർനെസ്സോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിസരം മറക്കുന്ന അനുഭവത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഏത് വേണമെന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഒന്നെങ്കിൽ ഇതിലൂടെ പോകാം, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പരിസരം ഒന്ന് മറക്കണ്ടേ. അപ്പോൾ ഒത്തിരി സമയം കൊന്നു തീർക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടു തീർക്കേണ്ടി വരും. അത് നമ്മൾ പരിസരത്ത് നിന്ന് ഒളിച്ചോടാണ്. ഇത് നമ്മൾ ഒളിച്ചോടുന്നില്ലേ? ഏത് പരിസരത്തിലായിരിക്കും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഐ ക്യാൻ കണക്ട്, ഐ ക്യാൻ ഫീൽ. അപ്പോൾ നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാണെന്നുള്ളതാണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ, ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഉമ്മനായ ഉമ്മനാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ റബ്ബൽ ആലമീൻ. നീലാകാശം നീലക്കടലും നിൻ കുതിരത്തിനൊളിവാണ്. നീറിപ്പുകയും മനസ്സുകളെല്ലാം നിന്നിലലിയാൻ കൊതിയാണ്. റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ യാ റബ്ബനാ റബ്ബനാ റബ്ബൽ ആലമീൻ. വെരി ഗുഡ്. സോ ഇക്വേഷൻ ഓഫ് മദർഹുഡ് ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ആക്കിയെടുത്തല്ലോ. ആ ഇക്വേഷൻ മറന്നു പോകാതിരിക്കാൻ എന്ത് പറഞ്ഞാലും ഈ രണ്ട് വരി മതി. ഉമ്മന യാ ഉമ്മന റബ്ബന യാ റബ്ബന. ഡൺ. ഉമ്മന എന്നത് നിങ്ങളിലെ ബയോളജി, നിങ്ങളിലെ ഹ്യൂമനെ ഓർമ്മിപ്പിക്കും. യു ആർ എ ഹ്യൂമൻ. സോ ഹ്യൂമൻലി നിങ്ങൾ അനുഭവിച്ച ഡിവൈൻ മദർ എന്ന ബയോളജിക്കൽ മദർ കണക്ഷൻ ഓർമ്മിപ്പിക്കും. റബ്ബന എന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ബീങ്ങിനെ ഓർമ്മിപ്പിക്കും. ദ സോൾ, ദ ഗാർഡിയൻ ഓഫ് യുവർ സോൾ ഈസ് ദ ഓൾമൈറ്റി, ബട്ട് ദ ഗാർഡിയൻ ഓഫ് യുവർ ബയോളജി, റൈറ്റ്, ദിസ് ബോഡി ഈസ് യുവർ മദർ ഓർ യുവർ ഫാദർ. അത് ഓർമ്മിപ്പിക്കും. ഈ രണ്ട് വരികൾ ഓർത്താൽ നമ്മൾ ഇക്വേഷൻ സെറ്റായി. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ ഇക്വേഷൻ ഓഫ് മദർഹുഡ്. ഈ ഇക്വേഷനിൽ ഒന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കുക. E=mc² നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാമല്ലോ. എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം. നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം. ഇതിലൊന്ന് ആയിട്ടൊന്ന് പോയിട്ട് പുസ്തകം തുറക്കുക. ഡീപ്പ് കണക്ഷൻ ആയിരിക്കും, ഡീപ്പ് ഓപ്പണിങ്സ് ആയിരിക്കും. അങ്ങനെ എന്ത് കാര്യത്തിനും നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാണോ, നിങ്ങളുടെ കണക്ഷൻ ഈ അവയർനെസ്സിലാക്കുക, റബ്ബുൽ ആലമീൻ്റെ കണക്ഷനിലാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ച് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് അവൻ്റെ ഒരു കുൻഫയക്കൂൻ കൂടി വന്ന് നിങ്ങൾക്കത് നടക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് കുൻഫയക്കൂനുകൾക്കകത്ത് അത് വിറ്റ്നസ് ചെയ്തിട്ട് അതിലെ ശിശുവായിട്ട് ഇരുന്ന് കൊടുക്കുക, വീണ്ടും പുനർജനിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉണർവുണ്ടാകും, റിസൾട്ടുകൾ ഉണ്ടാകും. ദാറ്റ്സ് ദ മാജിക്. സോ ദാറ്റ്സ് ഹൗ ദ മദർഹുഡ് വർക്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും ഡേ ആണ് മദേഴ്സ് ഡേ. അത് എന്നും ഓരോ സെക്കൻഡിലും നമ്മൾ മദേഴ്സ് ഡേ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, അതൊരു മദേഴ്സ് ഡേ അല്ല, അതൊരു മദേഴ്സ് ബ്രെത്ത് എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു മദേഴ്സ് സെക്കൻഡ് എന്ന് പറയണം. കാരണം അങ്ങനെയാണ്
നമ്മൾ ഓരോ സെക്കൻഡ് അതിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നിങ്ങൾ പല മെസ്സേജുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ എഴുതിയ മെസ്സേജുകൾ നിങ്ങൾക്ക് ലോകത്തോട് പറയല്ലേ, എൻ്റെ ഉമ്മ എന്ന പാഠം എന്നെ പഠിപ്പിച്ചത് എന്താണ്, എൻ്റെ ഉമ്മ എന്ന ഭാവം ഗുരു എന്താണ് എന്നെ പഠിപ്പിച്ചത്, അത് നിങ്ങൾക്ക് നിങ്ങളെ ലോകത്തിനോട് പറയാനുള്ളതാണ്. അപ്പോൾ അതുപോലെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റയിൽ സ്റ്റോറി ചെയ്യാം, നിങ്ങൾ ചെയ്ത് സ്റ്റോറി ചെയ്യാം, എന്നിട്ട് GT ടാഗ് ചെയ്യണ ഏറ്റവും സന്തോഷം. നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസും എന്താണ് ഇത് എനിക്ക് എല്ലായിടത്തും കാണാൻ പറ്റിയിട്ടില്ല, ഓൺലൈനിലുള്ളവർക്കൊന്നും. ഇറ്റ്സ് ബെറ്റർ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് സ്റ്റോറി ഇട്ടിട്ട് നമ്മുടെ GT പേജ്, ഗൈഡഡ് ടോക്ക് പേജ് ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്കൂടി അത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഫൈനലി ദ ഫൈനൽ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. മാതൃത്വമില്ലാത്തതിൽ മാതൃകയില്ല എന്നതാണ്. എന്നോട് ഇക്വേഷൻ ഓഫ് മദർഹുഡിൽ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ഇന്നലെ മെനിയാന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്കഷൻ ലവ് ഓഫ് മദർ ലവ് എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഫൈറ്റിൽ ഈ കാര്യം കൂടി എഴുതി വെച്ചോളൂ, ഓർത്ത് വെച്ചോളൂ. ഞാൻ ഇവരോട് പറഞ്ഞ എഴുതി വെക്കാൻ. മാതൃത്വം ഇല്ലാത്തതിൽ മാതൃകയില്ല. എന്തിനെയെങ്കിലും നിങ്ങൾക്ക് മാതൃകയാക്കണമെങ്കിൽ മാതൃക ഉറങ്ങിക്കിടക്കുന്നത് തന്നെ മാതൃത്വത്തിലാണ്. അപ്പോൾ മാതൃഭാവത്തിൽ ചെയ്യുന്നത് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. മാതാവായതുകൊണ്ടാവില്ല, പിതാവായതുകൊണ്ടാവില്ല, ടീച്ചർ ആയതുകൊണ്ടാവില്ല. അതിൽ മാതൃത്വം ഉണ്ടെങ്കിൽ അത് മാതൃകയാക്കുള്ളൂ. കാരണം നമ്മുടെ ലോകം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ മാതൃകയാക്കാനാണ് നോക്കുക, അല്ലാണ്ട് വേറെ ഒന്നും അവർ നോക്കുന്നില്ല എന്നുള്ളത്. സോ മാതൃത്വം ഇല്ലാത്തതിൽ മാതൃകയില്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് താങ്ക് യു സോ മച്ച് നിർത്തുന്നു.